الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أعوذ بكلمات الله التامات من شر ما خلق. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا. تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون. فلا تعلم نفس ما أخفي لهم من قرة أعين. فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ونسهم നിറഞ്ഞ അഭിനന്ദരായ നമ്മുടെ ഉസ്താദ് അബ്ദുസ്സലാം ബാഖവി അവറുകളെ, അഭിനന്ദരായ സുഹൃത്ത് ഫൈസി അവറുകളെ, അഭിനന്ദരായ ഷംസുദ്ദീൻ സാഹിബ് നെല്ലറ, അബ്ദുള്ള സാഹിബ് ചേലേരി, മറ്റു സദസ്സിൽ ഒത്തുചേർന്നിട്ടുള്ള SKSSFന്റെയും സുന്നി യുവജന സംഘത്തിന്റെയും വിശിഷ്യ ബഹുമാനപ്പെട്ട സമസ്തയുടെയും ഗുണകാംക്ഷികളാൽ പ്രവർത്തകരുമായ സത്യവിശ്വാസികളെ, ഈ വിശുദ്ധ റമളാനിലെ നസ്വീഹയിലേക്ക് ഒത്തുചേർന്നിട്ടുള്ള എൻ്റെ അഭ്യന്തരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇതിന്റെ ഭാഗമായി 50ഓളം വിഖായ വളണ്ടിയർമാരെ ഇവിടെ സമർപ്പിക്കാൻ കഴിഞ്ഞ ഒരു നല്ല ഒരു മുഹൂർത്തം അൽഹംദുലില്ലാഹ് ഇവിടെ സാധ്യമായി. അല്ലാഹു അവർക്കും നമ്മുടെ വളണ്ടിയർമാർ, നമ്മുടെ പ്രവർത്തകന്മാർക്കൊക്കെയും ഒരുപാട് ദീനിനും സമൂഹത്തിനും ഖിദ്മത്ത് ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു കനിഞ്ഞരുളുമാറാകട്ടെ. കേരളത്തിലുടനീളം SKSFന്റെ സമർക്കണ്ട് സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ ജില്ലകളിൽ, മണ്ഡലങ്ങളിൽ ഒക്കെ പ്രതിനിധീകരിച്ച് വിഖായയുടെ പ്രവർത്തനം സജീവമായിരിക്കുകയാണ്. അവർ ചെയ്യുന്ന ആ ഒരു വലിയ സേവനം, അതിന് നമ്മളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയണം. കൂടെ സഹചാരി മെഡിക്കൽ ആക്സിഡന്റ് കെയർ യൂണിറ്റ് കോഴിക്കോട് ജില്ലാ SKSF കമ്മിറ്റിയുടെ ബ്രോഷർ പ്രകാശനം കൂടെ നടന്നു. ഷംസുദ്ദീൻ സാഹിബ് ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ഫൈസി അവരുള്ളത് സമർപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹചാരിയുടെ ആ പ്രവർത്തനങ്ങൾ വളരെ ഊർജ്ജസ്വലമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അതിനൊക്കെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും സമ്പത്ത് കൊണ്ടും എങ്ങനെയൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റുമോ നമ്മൾ സഹായിക്കണം. അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.
കാരണം അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവന്റെ സൃഷ്ടികൾക്ക് ഉപകാരം ചെയ്യുന്നവരാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികൾ, അള്ളാഹുവിന്റെ ആശ്രിതർ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, മനുഷ്യരാണ്. ഇത് അള്ളാഹു ചെയ്യുന്ന വലിയൊരു തൗഫീഖാണ്. അത് വിശുദ്ധ റമളാനിലെ ഈ പുണ്യമായ രാവിൽ, മൂന്നാമത്തെ രാവിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നമ്മുടെ 2 ദിവസത്തെ നോമ്പ് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അതിന്റെ പുണ്യം അള്ളാഹു ജീവിതത്തിലുടനീളം പ്രകാശമായി, വെളിച്ചമായി, സന്മാർഗദർശനമായി അള്ളാഹു നമുക്കും നമ്മുടെ സമൂഹത്തിലും വിശിഷ്യ നമ്മുടെ യുവജനങ്ങൾക്കും അള്ളാഹു കാണിച്ചു കൊടുക്കട്ടെ. റമളാൻ അങ്ങോളം വിശുദ്ധ ലൈലത്തുൽ ഖദറുമായി സന്ധിക്കുകയും അതിന്റെ പുണ്യരാവുകൾ, പുണ്യപകലുകൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള ഇബാദത്തുകളെ കൊണ്ട് സജീവമാക്കുകയും ചെയ്ത് ഈ റമളാൻ കഴിയുമ്പോഴേക്കും ഗഫറലക്കും, നിങ്ങൾക്ക് പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയപ്പെട്ടവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾ ഉൾപ്പെടുത്തട്ടെ, നമ്മുടെ ഉസ്താദുമാരെ, ഗുരുനാഥന്മാരെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. ബഹുമാനപ്പെട്ട സമസ്തയുടെ ഒരുപാട് ആലിമ്യങ്ങൾ വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങളിൽ, അസുഖങ്ങളിലുണ്ട്. ബഹുമാനപ്പെട്ട ആനക്കർ ഉസ്താദ് അടക്കം അള്ളാഹു അവർക്കെല്ലാം പരിപൂർണ്ണ ആഫിയത്തും സലാമത്തും ആയുസ്സുൽ ബറക്കത്തും ദീർഘായുസ്സും ഒക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനപ്പെട്ട വഖഫ് ഉസ്താദ് അവറുകൾ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇവിടെ അന്താരാഷ്ട്ര ഹോളി ഖുർആൻ അവാർഡുമായി ബന്ധപ്പെട്ട പ്രഭാഷണ പരിപാടി ഇൻഷാ അല്ലാഹ് ജൂലൈ 1 ബുധനാഴ്ച രാത്രി 10 മണിക്ക് ഇന്ത്യൻ അക്കാഡമിക് സ്കൂൾ ഓഡിറ്റോറിയം, മദീന മാളിന്റെ പിൻവശം, ലുലു വില്ലേജ്, പ്രത്യേകിച്ച് ഇന്ത്യൻ അക്കാഡമിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിഅത്തുൽ ഉലമയുടെ അഭ്യന്തരായ സെക്രട്ടറി, ഹജ്ജ്, കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ബഹുമാനപ്പെട്ട കൂട്ടുമല ബാപ്പ മുസ്ലിയാറുണ്ട്. അതിൽ മുഖ്യ പ്രഭാഷണം ചെയ്തുകൊണ്ട് എന്റെ അഭ്യന്തനായ സുഹൃത്ത് മുസ്തഫ ഹുദവി അക്കോടെത്തുന്നുണ്ട്. അള്ളാഹു ആ പരിപാടിയൊക്കെ വിജയിപ്പിക്കുമാറാകട്ടെ. ദുബൈ സുന്നി സെന്ററിന്റെ പ്രോഗ്രാമുകളൊക്കെ എന്നും നല്ല ഉയർന്ന നിലവാരത്തിലും വളരെ അച്ചടക്കത്തിലും വളരെ ഭംഗിയിലും എല്ലാ റമളാനിലും നടക്കാറുണ്ട്. ഈ വർഷവും നമ്മുടെ വളണ്ടിയർമാരൊക്കെ അത്യധ്വാനം ചെയ്തുകൊണ്ടാണ് അതൊക്കെ വിജയിപ്പിക്കാറുള്ളത്. അള്ളാഹു അതിന്റെ പിന്നണി പ്രവർത്തകന്മാർ, സെന്ററിന്റെ പ്രവർത്തകന്മാർ, അതിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, അവർക്കൊക്കെ അള്ളാഹു ആയുരാരോഗ്യം ആഫിയത്തും കൊടുക്കട്ടെ. പ്രത്യേകിച്ച് സയ്യിദ് ഹാമിദ് പാൽമത്തങ്ങൾ അവറുകൾ ചികിത്സക്ക് കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. തങ്ങൾക്കും അള്ളാഹു ആഫിയത്തും സലാമത്തും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് ആദ്യമേ വസിയത്ത് ചെയ്യുകയാണ്. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ശുദ്ധ റമളാനിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ചില വശങ്ങൾ ഇവിടെ ഉദ്ഘാടനത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം ബാഖവി ഉസ്താദ് അവറുകൾ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നൽ മുഅ്മിന യഅകുലു ഫീ മിഅം വാഹിദ് വൽ മുനാഫിഖു യഅകുലു ഫീ സബ്അതി അംആ എന്ന് പറഞ്ഞ വളരെ മനോഹരമായ ഒരു ഹദീസിന്റെ ആശയം നോമ്പുമായി ബന്ധപ്പെടുത്തി, നമ്മുടെ ഭക്ഷണ ശൈലിയുമായി ബന്ധപ്പെടുത്തി ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ഒരു നല്ല ഒരു ചിന്ത നമുക്കിവിടെ ലഭിച്ചിരിക്കുകയാണ്. സത്യത്തിൽ നോമ്പിന്റെ ലക്ഷ്യവും അത് തന്നെയാണല്ലോ. കുല്ലു അമലി ബിനി ആദമല, മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അവനുള്ളതാണ്. അൽ ഹസനതു ബിഅശ്രി അംസാലിഹ, ഏത് നന്മക്കും 10 ഇരട്ടി അതിന്റെ കൂലിയുണ്ട്. ഇല 700 ളഅഫിൻ, 700 അതിലേറെയും. ഇല്ല സിയാം, നോമ്പൊഴികെ. ഫഇന്നഹു ലീ വഅന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം കൊടുക്കുന്നത് എന്ന് അല്ലാഹു ജല്ല ജലാലു. തറക ശഹ്വതഹു വതആമഹു വശറാബഹു മിൻ അജലി, എനിക്ക് വേണ്ടിയാണ് അവന്റെ ഭോഗസുഖവും അവന്റെ ഭക്ഷണവും ആർത്തിയും കുടിക്കാനുള്ള ആഗ്രഹവുമൊക്കെ എനിക്ക് വേണ്ടിയാണല്ലോ അവൻ ഒഴിവാക്കിയത്. ലിസ്വാഇമി ഫർഹതാൻ, നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ഫർഹത്തുൻ ഇൻദ ഫിത്രി, ഒന്നവൻ നോമ്പ് മുറിക്കുന്ന സമയത്തും, വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബി, അല്ലാഹുവായ റബ്ബ് ജല്ല ജലാലുവിനെ കണ്ടുമുട്ടുന്ന സമയവും. വല ഖലൂഫു ഫമിസ്വാഇമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്, കസ്തൂരിയുടെ സുഗന്ധത്തെക്കാളും മനോഹരമാണ് നോമ്പുകാരന്റെ വായയുടെ ഗന്ധം എന്നും ആ ഹദീസിന്റെ അവസാനത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അത്തരമുള്ള ഒരു നോമ്പായി നമ്മുടെ നോമ്പിനെ മാറ്റിയെടുക്കാൻ സാധിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇനിയുള്ള ജീവിതകാലത്ത് അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, നോമ്പ് ക്ഷമയാണ്, ക്ഷമ പഠിപ്പിക്കലാണ്, സബർ പഠിപ്പിക്കലാണ്.
ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമിക്കുന്ന ആളുകൾക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ബിഗൈരി ഹിസാബ്, ഇന്നോമറസ്, കയ്യും കണക്കില്ല. ഒരു കൃത്യമായ എണ്ണം അല്ലാഹു പറയില്ല. അത് രോഗം കൊണ്ട് ക്ഷമിക്കുന്നവരുണ്ടാകാം, കച്ചവടത്തിലെ നഷ്ടം വന്നിട്ട് ക്ഷമിക്കുന്നവരുണ്ടാകാം, നല്ല ആരോഗ്യമുണ്ടായിട്ട് വ്യഭിചാരത്തിലേക്ക് പോകാതെ ക്ഷമിക്കുന്നവരുണ്ട്, കള്ളുകുടിക്കാനുള്ള അവസരമുണ്ടായിട്ട് ഇത് ചെയ്യാതെ ക്ഷമിക്കുന്നവരുണ്ട്, പ്രതികാരമെടുക്കാനുള്ള എല്ലാ കഴിവുമുണ്ടായിട്ട് തനിക്ക് ഉൽമ ചെയ്ത ആളുകൾക്ക് മാപ്പ് ചെയ്ത് ക്ഷമിക്കുന്നവരുണ്ട്. ഇങ്ങനെ മുസീബത്ത് ക്ഷമിക്കുന്നവർ വേറെ. ഈ തരത്തിലുള്ള ക്ഷമകൾക്കൊക്കെ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എത്രയാണെന്നറിയോ? ബിഗൈരി ഹിസാബ്, കണക്കില്ല എന്നാണ്. നോമ്പ് അത് പരിശീലിപ്പിക്കുന്ന ഒരു ഇബാദത്താണ്, ക്ഷമയാണല്ലോ. വിശക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ചൂടുകാലാണ്, ദാഹിക്കുന്നുണ്ട്, പറ്റില്ല, ഞാൻ തൊടില്ല. എന്തേ? അല്ലാഹു പറഞ്ഞല്ലോ നോമ്പ് വിൽക്കണമെന്ന്. നോമ്പ് മുറിയുന്ന കാര്യമാണ്, ഞാനത് ചെയ്യൂല. ഇതൊരു ക്ഷമയാണ്. അല്ലാഹു നമുക്ക് അങ്ങനത്തെ ക്ഷമ ജീവിതത്തിൽ ഉടനീളം അല്ലാഹു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ക്ഷമിക്കല്ലാതെ അതിലും വലിയൊരു ആയുധം ലോകത്ത് മനുഷ്യന്റെ മുമ്പിൽ ഇല്ലെന്നാണ്. ക്ഷമയെപ്പോലത്തെ ഒരു സുന്ദരമായ ഒരു ടൂൾ വേറൊന്നുമില്ല. ഏത് ജീവിതവും നമുക്ക് അതിജീവിക്കാൻ പറ്റും, ഏത് പ്രയാസവും അതിജീവിക്കാൻ പറ്റും, എങ്ങനെയും എവിടെയും ജീവിക്കാൻ പറ്റും. എത്ര ആളുകൾ ചീത്ത വിളിച്ചാലും ക്ഷമ കയ്യിലുണ്ടോ സുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റും. നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ ജോലി ചെയ്യുന്ന ഓഫീസിൽ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളുടെ കൂടെ, അങ്ങനെയൊക്കെ ഒരുപാട് ചാലഞ്ചസ് ജീവിതത്തിൽ വരും. ഇതിനൊക്കെ പരിഹാരം ക്ഷമയുള്ളൂ. എല്ലാം കംപ്ലൈന്റ് ചെയ്യാൻ പറ്റുമോ? എല്ലാത്തിനും പ്രതികാരം ചെയ്യാൻ പറ്റുമോ? ക്ഷമിക്കുക എന്ന് പറഞ്ഞ ആ ഒരു ആയുധം കയ്യിലുണ്ടെങ്കിൽ ജീവിതം വിജയിച്ചു എന്ന് മാത്രമല്ല, അള്ളാഹു കയ്യും കണക്കുമില്ലാത്ത കൂലി നമുക്ക് തരുമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുക സൂറത്തുൽ സുമർ. സഹീഹ് മുസ്ലിമിലും സഹീഹുൽ ബുഖാരിയിലും കാണാൻ പറ്റും. ഫിത്നത്തുർ റജുലി ഫീ അഹ്ലിഹി വമാലിഹി വനഫ്സിഹി വവലദിഹി വജാരിഹി യുകഫിറുഹ അസ്സിയാം. ഒരു മനുഷ്യന് അവന്റെ കുടുംബത്തെ സംബന്ധിച്ചുണ്ടാകുന്ന ഫിത്ന, അവന്റെ സമ്പത്തിൽ അനുഭവിക്കുന്ന ഫിത്ന, അവന്റെ ശരീരത്തിലും മക്കളിലും അയൽവാസികളിലും ഉണ്ടാകുന്ന ഫിത്നകൾ, പരീക്ഷണങ്ങൾ, നോമ്പുകളെല്ലാം, നോമ്പ് കാരണം മനുഷ്യന്റെ ഈ ഫിത്നകളൊക്കെ പരിഹരിക്കപ്പെടുന്നു, അല്ലാഹു പരിഹരിക്കുന്നു. സ്വലാത്തു സ്വദഖ, നിസ്കാരം ഒരു ദാനമാണ്. വൽഅംറു ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകരി സ്വദഖ, നന്മ കൊണ്ട് കൽപ്പിക്കലും തിന്മ കൊണ്ട് വിരോധിക്കലും സ്വദഖയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സർവ്വ പരീക്ഷണങ്ങൾക്കും അല്ലാഹു നൽകുന്ന പരിഹാരം നോമ്പാണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുകഫിറുഹ അസ്സിയാം. അതുകൊണ്ട് സദ് പറഞ്ഞ പോലെ ജീവിതകാലം മുഴുവനും റമളാനായെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്നതാണ്. ഖൽബിലേക്ക് ഈമാൻ കയറിയ ആളുകൾക്ക് അങ്ങനെയാണ്. അത് മാത്രമല്ല, അല്ലാഹുവിന്റെയും മലക്കുകളുടെയും പ്രാർത്ഥനയുണ്ട് നമുക്ക്. റമളാനിലാണ് ഇത് കിട്ടുന്നത്, നോമ്പ് നോൽക്കുന്ന ആളുകൾക്കാണ് ഇത് കിട്ടുന്നത്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൽ മുതസഹ്ഹിരീൻ. ഇന്നല്ലാഹ വമലായികതഹു, അല്ലാഹു അവന്റെ മലക്കുകളും പ്രാർത്ഥിക്കുന്നുണ്ട്. അലൽ മുതസഹ്ഹിരീൻ, സഹൂറിന്റെ നേരത്തെ എഴുന്നേൽക്കുന്നവർക്ക് അല്ലാഹു അവന്റെ മലക്കുകളുടെയും പ്രാർത്ഥനയുണ്ട്. അല്ലാഹുവിന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അല്ലാഹു നൽകുന്ന റഹ്മത്തുണ്ട്. അത്താഴത്തിന് എഴുന്നേൽക്കുന്നവർ അത്താഴ നേരത്തെ സത്യവിശ്വാസികൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നവരാണ്. ഏറ്റവും വലിയ ഇസ്തിഗ്ഫാറുണ്ട്, സയ്യിദുൽ ഇസ്തിഗ്ഫാർ. നമ്മൊന്ന് ചൊല്ലുക. അത് ചൊല്ലിയാൽ നേരം വെളുക്കുന്നതിന് മുമ്പ് മരിച്ചുപോയാൽ സ്വർഗം കിട്ടുന്ന ഉറപ്പാണെന്നാണ്. അങ്ങനെയൊക്കെ ഒരു ദിക്റുണ്ടെങ്കിൽ പഠിച്ചെടുത്തൂടെ? രാവിലെ നേരം വെളുത്ത് ചൊല്ലി മഗ്‌രിബിന്റെ മുമ്പ് മരിച്ചുപോയാൽ സ്വർഗം ഉറപ്പാണ്. മൻ ഖാലഹാ മൂഖിനൻ ബിഹാ, ആ പറയുന്ന വിഷയം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞാൽ സ്വർഗം ഉറപ്പാണ്. ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി എന്നാണ്. നമുക്ക് പഠിച്ചൂടെ? ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ അൻത റബ്ബി لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. സയ്യിദുൽ ഇസ്തിഗ്ഫാർ,
അത്താഴ നേരത്തെ എഴുന്നേൽക്കുന്ന സത്യവിശ്വാസികൾ ഇത് ഓതണമെന്നാണ്. കാരണം അത്താഴ നേരത്തെ എഴുന്നേൽക്കുന്ന ആളുകൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണ്. കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽഅസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അവർ രാത്രി കുറച്ചേ ഉറങ്ങുമായിരുന്നുള്ളൂ. സ്വർഗത്തിലേക്ക് വന്ന ആളുകളെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രയോഗമാണത്. രാത്രി കുറച്ചേ ഉറങ്ങുമായിരുന്നുള്ളൂ. റമളാനിൽ നോക്കി എത്ര കുറച്ച് നമ്മളൊക്കെ ഉറങ്ങുന്നുള്ളൂ. ഇനിയിപ്പോ വേണ്ട കഴിഞ്ഞു പോയാൽ മിനിമം 1 മണിയാവില്ല റൂമിലെത്തുമ്പോ. പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഒന്ന് ഉറങ്ങാനുള്ള സെറ്റപ്പ് ആകുമ്പോഴേക്ക് 2 മണി. ഇനിയിപ്പോ 1 മണിക്കൂറല്ലേ ഉള്ളൂ, നമുക്ക് നിസ്കരിക്കാം, നീ കുറച്ച് ഖുർആൻ ഓതിരിക്കാം, നീ സുബഹി കഴിഞ്ഞിട്ട് അങ്ങ് ഉറങ്ങാം, ആയിക്കോട്ടെ, കുഴപ്പമില്ല. രാത്രി വളരെ കുറച്ച്, രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും. സുബ്ഹാനല്ലാഹ്, കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ. അവര് രാത്രി കുറച്ചേ ഉറങ്ങുമായിരുന്നുള്ളൂ. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അത്താഴ നേരത്ത് അവർ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നവരായിരുന്നു. അസ്തഗ്ഫിറുല്ലാഹ്, പടച്ചവനെ പുറത്തു തരണമേ, അല്ലാഹുവേ മാപ്പ് തരണമേ. അപ്പോ സുബ്ഹിന്റെ മുമ്പ് എഴുന്നേറ്റാൽ ഏറ്റവും പുണ്യമുള്ള ദിക്ർ ഇസ്തിഗ്ഫാറാണ്. അല്ലാഹുവിനോട് പൊറുക്കല് ചോദിക്കാൻ. അവിടെ ആരാരും കേൾക്കാനില്ലല്ലോ, നിങ്ങൾ പടച്ചവനല്ലേ ഉള്ളൂ. വേറെയുള്ളവരൊക്കെ ഉറങ്ങിയിരിക്കുന്നു സ്വാഭാവികമായും. അല്ലാഹുവെ പുറത്തു തരണേ പടച്ചവനെ. അതിന് ഏറ്റവും വലിയ അത്ഭുതം ഇസ്തിഗ്ഫാർ അമ്പിയാക്കന്മാരെ കൊണ്ട് അല്ലാഹു ചെയ്യിപ്പിച്ചു എന്നതാണ്. ഇസ്തിഗ്ഫാർ തെറ്റ് ചെയ്ത ആളുകൾ മാത്രം ചെയ്താൽ മതി പാപമോചനം ചോദിക്കുന്നത്. തെറ്റ് ചെയ്തവർ പറഞ്ഞേക്കണം അസ്തഗ്ഫിറുല്ലാഹ് എന്നായിരുന്നുവെങ്കിൽ, അങ്ങനല്ല. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരുത്ത മൂലക്കിരുന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് പറയണമെങ്കിൽ നമ്മൾ ആൾക്കാർ പോയിട്ട് പറയും, കാര്യമായ എന്തോ ഒരു തെറ്റവും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അപ്പൊ പറയണത്, എനിക്കതിന്റെ ആവശ്യമില്ല, ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്ന്. അപ്പൊ അത് അയാൾക്കൊരു മാനക്കേടല്ലേ? സയ്യിദുർ റസൂലും മഅസൂമുമായ പാപങ്ങൾ ചെയ്യാത്ത പാപസുരക്ഷിതരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി ലസ്തഗ്ഫിറുല്ലാഹ ഫീ കുല്ലി യൗമിൻ 100 മറ, ഒരു ദിവസം 100 തവണ ഞാൻ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നുണ്ടെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി ചെയ്ത പണിയാണ്. തെറ്റ് ചെയ്തവനും ചെയ്യാത്തവനും പറയാൻ പറ്റുന്നതാണത്. അപ്പൊ ഒരാൾ ഇസ്തിഗ്ഫാർ ചെയ്ത് കഴിഞ്ഞാൽ അവൻ തെറ്റ് ചെയ്തുകൊണ്ട് പറയാണെന്ന് പറയാൻ നിർവാഹമില്ല. അത് അള്ളാഹു തെറ്റ് ചെയ്ത മനുഷ്യന്റെ അഭിമാനത്തെ റബ്ബ് കാത്തതാണ്. ചൊല്ലിക്കൂടെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം? ആ പാപമോചനം ചോദിക്കുന്ന ഇസ്തിഗ്ഫാറിന്റെ നേതാവാണെന്ത്? സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അതാ നമ്മളിപ്പോ ചൊല്ലിയത്. അല്ലാഹുമ്മ അൻത റബ്ബി, പടച്ചവനെ നീയാണ് റബ്ബേ എന്റെ രക്ഷിതാവ്. അർത്ഥറിഞ്ഞ് ഉറപ്പിച്ച് പറയണമെന്ന്, അപ്പോഴാണ് ആ സ്വർഗം കിട്ടുക. അല്ലാഹുമ്മ അൻത റബ്ബി, റബ്ബേ നീ എന്റെ രക്ഷിതാവാണ്. ഞാൻ ഇവിടെ മുളച്ചതല്ലല്ലോ, നീ പഠിച്ചതാണ്. എന്നെ ആര് പഠിച്ചു? ഞാനല്ലല്ലോ എന്നെ പഠിച്ചത്. മനുഷ്യൻ അവനുണ്ടാക്കിയതാണെന്ന് പറയുന്ന പലതുണ്ട്. പക്ഷേ അവന്റെ ശരീരം ഉണ്ടാക്കിയതാരാ? അത് മറ്റാരോ, അത് പഠിച്ചവനാണ്. അൻത റബ്ബി, നീ എന്റെ പരിപാലകനാണ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ രക്ഷിതാവില്ല പടച്ചവനെ, നീയല്ലാതെ ആരാധ്യനില്ല. ഖലഖ്തനീ വഅന അബ്ദുക, നീയാണ് എന്നെ പടച്ചത്, ഞാൻ നിന്റെ അടിമയാണ്. അടിമ എന്ന് പറഞ്ഞാൽ എന്താ? ഉടമസ്ഥൻ എന്തു പറയുന്നുവോ അതൊക്കെ ചെയ്യണം. ചോദിക്കാൻ പാടില്ല എന്തിനാ ഞാൻ ചെയ്യണത്, അപ്പോഴേ അടിമയാവുള്ളൂ. അടിമയും ഉടമയും തമ്മിലുള്ള വ്യത്യാസത. എന്തിനാ ചെയ്യണത് ചോദിക്കാൻ പാടില്ല. ഖലഖ്തനീ വഅന അബ്ദുക, നീയാണ് എന്നെ പടച്ചത്, ഞാൻ നിന്റെ അടിമയാണ്. വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു, അല്ലാഹുവേ ഞാനും നീയും തമ്മിൽ കരാറുണ്ട്. നിനക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുമെന്ന ആ ഒരു കരാറ് എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ചെയ്യുന്നുണ്ട് പടച്ചവനെ. അഊദു ബിക മിൻ ശർരി മാ സനഅത്, ഞാൻ ചെയ്തു കൂട്ടിയ ഒരുപാട് തിന്മകളുണ്ട് പടച്ചവനെ, അതിൽ നിന്നെല്ലാം അതിന്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകള്. അബൂഉ ലക ബിനിഅമതിക അലയ്യ, നീ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ മുഴുവനും ഞാൻ സമ്മതിക്കുന്നു പടച്ചവനെ. നീയാണ് എനിക്ക് തന്നിരിക്കുന്നത്, നീയാണ് തന്നത്, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. വഅബൂഉ ബിദംബി, ഞാൻ ചെയ്ത തെറ്റുകൾ ഞാൻ സമ്മതിച്ചു പടച്ചവനെ. ഫഗ്ഫിർലി, നീ എനിക്ക് പുറത്തു തരണമേ. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, തെറ്റുകൾ പൊറുക്കുന്നത് നീ മാത്രമാണല്ലോ അല്ലാഹ്. ഇത് മനസ്സറിഞ്ഞ് പറഞ്ഞാൽ, രാവിലെ പറഞ്ഞു മഗ്‌രിബിന്റെ മുമ്പ് മരിച്ചുപോയാൽ സ്വർഗമുണ്ടെന്നും, മഗ്‌രിബിന്റെ ശേഷം പറഞ്ഞ് സുബ്ഹിക്ക് മുമ്പ് മരിച്ചുപോയാൽ സ്വർഗം ഉറപ്പാണെന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഇസ്തിഗ്ഫാറാണ്. ഈ പാപമോചനം ചോദിക്കാനുള്ള സമയം, ഏറ്റവും നല്ല സമയം അൽ അസ്ഹാർ, അത്താഴ നേരമാണ്. അത്താഴം എന്ന് പറഞ്ഞാൽ സുബ്ഹിന്റെ ബാങ്ക് കൊടുക്കുന്നത്. റമളാനിൽ എന്തായാലും നമ്മൾ എഴുന്നേൽക്കുന്നുണ്ട്. അത്താഴം കഴിക്കണം കേട്ടോ, അത്താഴം കഴിക്കാതെ ഉറങ്ങരുതേ.
ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും 2 കാരക്കെങ്കിലും കഴിക്കണം, എന്തെങ്കിലും കഴിക്കണം. തസഹറു ഫഇന്ന ഫി സഹൂരി ബറക, അത്താഴം കഴിക്കണേ, അതിൽ ബറക്കത്തുണ്ട് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ജൂതന്മാര് നോമ്പ് നിൽക്കും, പക്ഷേ സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാര് നോമ്പ് നിൽക്കുമെന്ന് പറഞ്ഞു തങ്ങള്, പക്ഷേ ജൂതന്മാർ അത്താഴം കഴിക്കാറില്ല. നിങ്ങൾ ജൂതന്മാരെ പോലെ ആവരുത് നിങ്ങളുടെ നോമ്പ്. രാത്രി കിടന്നുറങ്ങി പിന്നെ 21 മണിക്കൂറൊക്കെ ആയിരിക്കും പിന്നെ ഓരോരുത്തരുടെ നോമ്പിന്റെ ദൈർഘ്യം. വേണ്ട, സുബഹിന്റെ മുമ്പ് എന്ത് ചെയ്യുക, എഴുന്നേറ്റ് ഒരല്പം ഭക്ഷണം കഴിക്കുക, സഹൂർ കഴിക്കുക, എന്നിട്ട് നിങ്ങൾ നോമ്പ് നിൽക്കുക, അതിൽ ബറക്കത്തുണ്ട് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പുകാർക്ക് അല്ലാഹു നൽകുന്ന വലിയൊരു മഹത്വമാണത്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൽ മുതസഹ്ഹിരീൻ. അത്താഴത്തെ എഴുന്നേൽക്കുന്ന അത്താഴ നേരത്തെ എഴുന്നേൽക്കുന്നവർ എന്ന് പറഞ്ഞാൽ സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ്, സുബഹി ബാങ്കിന്റെ പാതിര കഴിഞ്ഞ് സുബഹി ബാങ്കിന്റെ മുമ്പുള്ള സമയം അത് സഹരിയാണ്, അത്താഴ നേരമാണ്, സഹൂറിന്റെ നേരമാണ്. ആ നേരത്തെ എഴുന്നേൽക്കുന്നവർക്ക് മലക്കുകൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ ദുആ ഉണ്ട്. അപ്പൊ അവിടെ ഇസ്തിഗ്ഫാർ കൂടെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എത്രയായിരിക്കും കൂലി? അതുകൊണ്ട് എന്ത് ചെയ്യുക, വെറുതെ അതൊന്നും പറഞ്ഞിരിക്കാതെ ഇസ്തിഗ്ഫാർ ചെയ്യുക, അള്ളാഹുവിനോട് പാപമോചനം ചോദിച്ചോളി, അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ്, ഒരു ദിവസം അല്ലാഹുവിന് വേണ്ടി നോമ്പ് നോറ്റാൽ ബഅദല്ലാഹു മിൻഹു ജഹന്നമ മസീറത 100 ആമിൻ, 100 വർഷത്തോളം നരകത്തെ അല്ലാഹു അകറ്റി നിർത്തുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി നോമ്പെടുത്താൽ, അല്ലാഹുവിന് വേണ്ടി ഒരു ദിവസം നോമ്പെടുത്താൽ നരകവും അയാളും തമ്മിലുള്ള ദൂരം 100 വർഷത്തെ ദൂരമാണെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫമാ ബാലുക്കും, അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കി, റമളാൻ 30 നോമ്പെടുത്താൽ എന്തായിരിക്കും അതിന്റെ മഹത്വം? അൽഹംദുലില്ലാഹ്, 100 വർഷത്തെ ദൈർഘ്യം. അന്ന് അങ്ങനത്തെ നോമ്പായിരിക്കണം എന്നാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത്. പൊട്ടക്കിടക്കലല്ലോ നോമ്പ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ കൈയും കണ്ണും മനസ്സും ഒക്കെ അല്ലാഹുവിന് കൊടുത്തിട്ടുണ്ടോ? വയറ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, വയറും വായയും അത്രേ കുഞ്ഞുന്നില്ല, കുടിക്കണില്ല. ബാക്കി കാണുന്ന സിനിമ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ്, സീരിയൽ ഒന്നും ഇതുവരെ മുടങ്ങിയിട്ടില്ല. റമളാൻ വന്നിട്ടും അത് നോമ്പല്ല, അത് നോമ്പിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുമാ ഇവരൊക്കെ പറയുമായിരുന്നു, നോമ്പെടുക്കുന്ന ദിവസവും നോമ്പില്ലാത്ത ദിവസവും ഒരുപോലെയായി പോകരുത്. നോമ്പെടുക്കുന്നെന്ന് ഒരു വ്യത്യാസം, ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ളൂ, ബാക്കി ചെയ്യുന്നതൊക്കെ ഒരേപോലെ, ഒരല്പം പോലും നന്മ കൂടിയിട്ടില്ല, തിന്മയിൽ നിന്ന് വിട്ടുനിന്നിട്ടില്ല, അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നിട്ടില്ല. അങ്ങനെ ആയിപ്പോവാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നോമ്പുകാർക്ക് പ്രവേശിക്കാനായി പ്രത്യേകമായ കവാടം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ. എന്റെ പേരെന്താണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും അല്ലേ? എന്താ പേര്? റയ്യാൻ. നോമ്പുകാർ മുഴുവനും, അത് നോമ്പ് ഇഷ്ടപ്പെട്ടവർ എന്നതിന്റെ അർത്ഥം. നോമ്പ് നിൽക്കുന്ന മുസ്ലിമീങ്ങൾക്ക് നോമ്പ് വിട്ടിട്ടുണ്ടാവും, പക്ഷെ നോമ്പിനോട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് നോമ്പ് ബാബു സൗമിൽ, ബാബു റയ്യാനിലേക്ക് വരാൻ വേണ്ടി പറയും. നിസ്കാരം വളരെ ഇഷ്ടപ്പെടുന്ന, നിസ്കരിക്കാനായല്ലോ, അൽഹംദുലില്ലാഹ് നിസ്കരിക്കട്ടെ. നിസ്കാരം ഇഷ്ടപ്പെടുന്നവരുണ്ട്, അവർക്ക് ബാബു സ്വലഹ്, നിസ്കാരത്തിന്റെ വാതിലൂടെ വരാൻ വേണ്ടി പറയും. സ്വതക്ക് കൊടുക്കൽ ഇഷ്ടമുള്ളവരുണ്ടാവും. പട്ടിണി കിടന്നാലും ശരി, മറ്റോ നിന്നോട്ടെ, എനിക്ക് കുഴപ്പമില്ല, അവര് രക്ഷപ്പെടട്ടെ. സ്വതക്ക് ഇഷ്ടമായിരുന്നില്ലേ, വാ ബാബു സ്വതക്കയിലേക്ക് വാ. അല്ലാഹുവിന് വേണ്ടി ജിഹാദ് ചെയ്ത ആളുകളുണ്ട്, അവർക്ക് വേണ്ടി ബാബുൽ ജിഹാദിലൂടെ വിളിക്കുന്ന. അപ്പോഴാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്, നബിയേ, ആ എല്ലാ വാതിലിലൂടെയും ഒരാളെ വിളിച്ചാൽ എന്ത് ചെയ്യും? അങ്ങനെ വല്ല കുഴപ്പമുണ്ടോ നബിയെ? എല്ലാ വാതിലൂടെയും വിളിച്ചോട്ടെ. എല്ലാ വാതിലൂടെയും വിളിച്ചാൽ കുഴപ്പമില്ലല്ലോ നബിയെ. നോമ്പും ഇഷ്ടമാണ്, സക്കാത്തും ഇഷ്ടമാണ്, സ്വതക്കയും ഇഷ്ടമാണ്, നിസ്കാരവും ഇഷ്ടമാണ്, സ്വതക്കയും ഇഷ്ടമാണ്, ജിഹാദും ഇഷ്ടമാണ്. അങ്ങനെ ആയിക്കോട്ടെ നബിയെ. സിദ്ദീഖ് എന്നവരെ, നിങ്ങൾ അവരിൽപ്പെട്ട ഒരാളാണ്. എല്ലാ മലക്കുകളും വിളിക്കും, എല്ലാ വാതിലൂടെയും സിദ്ദീഖ് എന്നവരെ ഇതിലെ വരണമെന്ന് നിങ്ങളെ വിളിക്കുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ്, അമ്പിയാക്കന്മാര് കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിലേക്ക് കിടക്കുന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അവരോടൊക്കെ സ്നേഹം ഉണ്ടാവുക. അഹബ്ബുല്ലാഹ ലിമാ യുഗ്ദൂകും മിൻ നിഅമി, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കണം. മുത്തനബി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിനെ സ്നേഹിക്കണേ. ലിമാ യുഗ്ദൂകും ബിഹി മിൻ നിഅമി, അല്ലാഹു ചെയ്യുന്ന ഒരുപാട് അനുഗ്രഹങ്ങളില്ലേ, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കണം. അല്ലാഹ് എല്ലാവരൊക്കെ തന്നത് നമ്മൾ ഇരിക്കണില്ലേ, ബാക്ക് പെയിൻ വന്ന്
ബെൽറ്റ് ഇട്ടിട്ട് ഇരിക്കാൻ പറ്റാതെ എത്ര ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ കാലൊക്കെ മടക്കി വെച്ച് സുഖമായിട്ട് ഇരിക്കണില്ലേ? കാൽമുട്ടുകൾക്ക് ഇരുമ്പ് വെച്ചിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് കാലുകൊണ്ട് നടക്കാൻ പറ്റാത്തവർ എത്രയുണ്ട്? ബെഡ് റിഡനായ ആളുകൾ എത്ര കിടക്കുന്നുണ്ട്? കണ്ണ് കാണാത്തവർ എത്രയുണ്ട്? ഹാർട്ട് പേഷ്യൻസ് എത്രയുണ്ട്? ക്യാൻസർ വന്ന് റേഡിയേഷൻ ചെയ്ത് തപ്പന്ന് കിടക്കുന്നവർ എത്രയുണ്ട്? അല്ലാഹുവർക്ക് സലാമത്ത് കൊടുക്കട്ടെ. അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത നിഅമത്ത് എത്രയാണ്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കണം. അഹിബ്ബുല്ലാഹ്, അല്ലാഹുവിനോട് ഹബ്ബ് വേണമെന്നാണ്. അല്ലാഹു ഹബ്ബ് നമുക്ക് തരട്ടെ. റബ്ബിനോട് സ്നേഹം. നമ്മളൊരു ക്രിസ്ത്യാനികളാണ് ഈ സ്നേഹം പറയാറുള്ളത് അല്ലേ? ദൈവം സ്നേഹമാണെന്നൊക്കെ അവരുടെ ആശയം പറയാണത്. അത് പ്രഭാഷണകന്മാരും സുവിശേഷകന്മാരും പറയാൻ അവരുടെ സുവിശേഷങ്ങളിൽ പറഞ്ഞതിനേക്കാളും കൂടുതൽ അള്ളാഹുവിനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞത് നമ്മുടെ ഖുർആനും വിശുദ്ധ ഹദീസുകളുമാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളാണ്. നമ്മൾ ആ വഴികൾ ഒന്ന് തുറന്നു കൊടുത്താൽ മതി. അള്ളാഹുവിനെ സ്നേഹിക്കണം എന്ന നബി നിങ്ങൾ അള്ളാഹുവിനെ കർത്താവിനെ സ്നേഹിക്കണം. അള്ളാഹുവിനെ അഹിബ്ബുല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ ഹബ്ബ് വെക്കണമേ നബി തങ്ങൾ പറയാ. എന്തേ കാരണം? ലിമാ യുഗ്ദിൽകും മിൻ നിഅമി, അള്ളാഹു തരുന്ന അനുഗ്രഹങ്ങളുണ്ടല്ലോ. വഅഹിബ്ബൂനി, നിങ്ങൾ എന്നെ സ്നേഹിക്കണം. ലിഹബ്ബില്ലാഹ്, അള്ളാഹു എന്നെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്നെ അള്ളാഹു എന്നെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കണം. വഹിബ്ബ അബൂബക്കറിൻ വഉമറ, ഉമർ എന്നവരെയും സിദ്ദീഖ് എന്നവരെയും നിങ്ങൾ സ്നേഹിക്കണേ. നബി തങ്ങൾ പറഞ്ഞു, ശ്രദ്ധിക്കുന്നവരെ ഒരു കാലം വരും ആളുകൾ എന്നെ സ്നേഹിക്കും, നിങ്ങൾ എന്നെ സ്നേഹിച്ചതിന്റെ പേരിൽ നിങ്ങളെയും ആളുകൾ സ്നേഹിക്കും ശ്രദ്ധിക്കുന്നവരെ. അങ്ങനത്തെ ഒരു തലമുറ വരാനുണ്ട് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്നനാ നുഹിബ്ബു അബൂബക്കറിൻ വഉമറ വഉസ്മാന വഅലി, അല്ലാഹുവിന്റെ അസ്ഹാബ് നബി തങ്ങളുടെ അസ്ഹാബുകളെ നമ്മൾ സ്നേഹിക്കുകയാണ്. വനർജു അൻ നകൂന മഅഹും ഫിൽ ജന്നah, അവരൊക്കെ സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത കിട്ടിയവരാണ്, അവരോടൊപ്പം സ്വർഗ്ഗത്തിലാകുമെന്ന് നമ്മൾ ആ സ്നേഹം കൊണ്ട് പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹു സൽക്കർമ്മികളായി അല്ലാഹുവിന്റെ സജ്ജനങ്ങളെ ശ്രദ്ധിക്കുന്നവരെ പോലെയുള്ള അല്ലാഹുവിന്റെ നബിയുടെ അസ്ഹാബിനെ, സജ്ജനങ്ങളെ, ഔലിയാഇനെ, ഉലമാഇനെ ഒക്കെ സ്നേഹിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ചേർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റയ്യാനിലേക്ക് കടക്കുമെന്നാണ് നോമ്പ് ഇഷ്ടപ്പെട്ട ആളുകൾ. നോമ്പ് നോറ്റവരുമല്ല, നോമ്പ് ഇഷ്ടപ്പെട്ട ആളുകൾ. ഇഷ്ടപ്പെട്ട നോമ്പ് വിളിക്കുക. ഞാൻ നോമ്പ് വിളിക്കാറിന്റെ കാലില്ല, സർവ്വ റെസ്റ്റോറന്റ് അടഞ്ഞു കിടക്കല്ലേ, പിന്നെ ഇപ്പൊ എന്താ ഞാൻ നോക്കട്ടെ. അങ്ങനെയല്ല, റൂമിൽ ഭക്ഷണം കഴിക്കാൻ പറ്റൂല, എന്ത് മോശല്ലേ. അതുകൊണ്ട് അതൊന്നുമല്ല, ഇഷ്ടമാണ് അള്ളാഹ്ക്ക്. ഞാൻ പട്ടി കിടക്കണമെന്നാണ് അള്ളാഹ്ക്ക് ഇഷ്ടം, ഞാൻ കിടക്കാൻ റെഡിയാണ്. അള്ളാഹ്ക്ക് ഞാൻ ഈ പകൽ സമയത്ത് വെള്ളം കുടിക്കണ്ടേ, ഞാൻ കുടിക്കൂല, എനിക്കത് ഇഷ്ടമാണ്. എന്റെ റബ്ബിനത് വേണോ, എനിക്കത് ഇഷ്ടമാണ്. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വെള്ളം കുടിച്ച് കാരക്ക നിന്ന് വെള്ളം കുടിച്ച് നിങ്ങൾ നോമ്പ് മുറിച്ചേക്കണം. എന്റെ റബ്ബിനെ ഞാൻ കഴിക്കാനാണ് ഇഷ്ടം, ഞാൻ ഉടനെ മുറിച്ചേക്കാം. എല്ലാം അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ചെയ്യാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവരെ വിളിക്കുന്ന ഒരു വാതിലാണ് റയ്യാൻ. അള്ളാഹു റയ്യാനിലൂടെ കടക്കുന്ന ഭാഗ്യമാണ് അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. മൻ ഖുതിമ ലഹു ബിസിയാമിൻ ഒരു നോമ്പെടുത്തുകൊണ്ടാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ അയാൾക്ക് സ്വർഗമുണ്ട് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പെടുത്തുകൊണ്ട് മരിക്കുകയാണെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ വരാനുണ്ട് വഴിയെ. നോമ്പെടുത്ത് മരിക്കുന്നവർക്ക് അല്ലാഹു തആല ദഖലൽ ജന്ന, അവർ സ്വർഗത്തിൽ കടക്കുന്നവരാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ റളിയല്ലാഹു തആല അൻഹയുമായി നബി തങ്ങൾക്ക് ചെറിയൊരു പിണക്കമുണ്ടായിരുന്നു. ഹഫ്സ ബീവി ആരുടെ മോളാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മോളാണ് ഹഫ്സ ബീവി. നോമ്പുകാർ അല്ലാഹുവിന് ഇഷ്ടമാണ്, നോമ്പുകാർ അല്ലാഹുവിന് ഇഷ്ടമാണ്. ഹഫ്സ ബീവിയുമായി ചെറിയൊരു പിണക്കം, കുടുംബജീവിതമല്ലേ, സ്വാഭാവികമായിട്ടുണ്ടാവും. ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കാറുണ്ട്, മോളെ ആയിഷ ബീവിനെ കണ്ടിട്ട് നീ കൊഞ്ചരുത് കേട്ടോ. ഉമർതങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുത്തത്. ഉമർ റളിയല്ലാഹു അൻഹു മദീനയിൽ വന്നപ്പോഴേ മദീനത്തെ പെണ്ണുങ്ങളൊക്കെ ഭർത്താക്കന്മാരോട് വളരെ കൂടുതൽ മറുപടി പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മക്കയിൽ അങ്ങനെ ആയിരുന്നില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു ഭാര്യയോട് എന്തോ ഒരു വിഷയം പറഞ്ഞപ്പോ ഭാര്യ തിരിച്ചു മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞത് നിങ്ങൾ എതിർ പറയണോ എന്ന് ചോദിച്ചു. അതിനെന്തേ കുഴപ്പം? അള്ളാന്റെ റസൂലിന്റെ ഭാര്യമാര് നബിയോട് അങ്ങനെ പറയുന്നുണ്ടല്ലോ, പിന്നെ നിങ്ങൾ നബിയെക്കാളും വലുതാണോ എന്ന് ചോദിച്ചു. യാ അല്ലാഹ്, ഹലകത ഹഫ്സ, ഹഫ്സ നശിച്ചു പോയല്ലോ, എന്റെ മോൾ ഹഫ്സയും അക്കൂട്ടത്തിലുണ്ടല്ലോ. നേരെ കുപ്പായ വലിച്ചോടി ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നബിയുടെ അടുത്തേക്ക് ചെന്നു. ഉമർ എന്താ വന്നത്? എന്റെ മോളൊന്ന് കാണാൻ നബി. ഹഫ്സ നീ ഇങ്ങോട്ട് വാ, അള്ളാന്റെ റസൂലിനോട് നീ മറുപടി പറയാറുണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങളൊക്കെ പറയാറുണ്ടല്ലോ. നീ നശിച്ചു പോകും ഹഫ്സ, അള്ളാഹുവിന്റെ റസൂലിനോട് നീ പറയല്ലേ, നീ നബി തങ്ങൾ പറഞ്ഞ വാക്കിന് എതിർ പറയരുത് കേട്ടോ.
ആയിഷ ബീവിയെ കണ്ടിട്ട് നീ കൊഞ്ചരുത്. നിബിതങ്ങളുടെ സഹാബി ഉമർ ഫാറൂഖ് തങ്ങൾ മോളോട് പറയാ, ആയിഷ ബീവി ആരാന്നറിയോ? ഹിബ്ബുൻ നബി, നബിക്ക് ഇഷ്ടപ്പെട്ടവരാണ്. വബിൻതു ഹിബ്ബിൻ നബി, നബിയുടെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരന്റെ മോളാണ്, സിദ്ദീഖ് എന്നവരുടെ മോളാണ്. ആയിഷ ബീവി പറയുന്ന വർത്തമാനം കേട്ടിട്ട്, ആയിഷ ബീവി ചെറുപ്പക്കാരിയാണ്, വളരെ ചെറുപ്പമാണ്. അത് കണ്ടിട്ട് ഹഫ്സ നിങ്ങൾ കളിക്കല്ലേ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ എതിർ പറയരുത് കേട്ടോ എന്ന് എപ്പോഴും ചെന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ആര്? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഹഫ്സ ബീവിക്ക്. ഉമർ തങ്ങൾ ഒരിക്കൽ വന്നപ്പോ വലിയ വിഷയമാണ്. നിബിതങ്ങളും അവിടുത്തെ കുടുംബവും തമ്മിൽ ചെറിയൊരു പണക്കത്തിന്റെ ഒരു ഇതുണ്ട്. ആ സമയത്ത് ഉമർ തങ്ങൾ പറഞ്ഞു, പൊന്നാര നബിയെ, മദീനയിൽ വന്നതിന്റെ പേരിൽ ഞങ്ങളുടെ പെണ്ണുങ്ങളൊക്കെ കേടുന്നിട്ടുണ്ട്. എന്തേന്ന് ചോദിച്ചു. മക്കയിൽ നമ്മുടെ പെണ്ണുങ്ങളെങ്ങാൻ എതിരായി ഒരു വർത്തമാനങ്ങൾ പറഞ്ഞ കഴുത്തിനടിക്കുമായിരുന്നു നബിയെ ഞങ്ങൾ, അവർ പിന്നെ മിണ്ടൂലായിരുന്നു. മദീനയിൽ അൻസാരികളായ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരോട് തിരിച്ചു പറയുന്നവരാണ്. ഇത് കണ്ട് മക്കയിലെ നമ്മുടെ പെണ്ണുങ്ങൾ കണ്ടുപിടിച്ചിരുന്നു നബിയെ, ഇപ്പോ പെരടിക്കടി കിട്ടുന്നത് നമുക്കാണ് നബിയെ എന്നോ ഇത്തം പറഞ്ഞു. നബി ചിരിച്ച് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കേൾക്കണില്ല. ഉമർ പറഞ്ഞു, ആയിഷ ബീവി പറഞ്ഞു കേട്ടോ, അതൊന്നും കണ്ടിട്ട് നീ കളിക്കാൻ വെക്കണ്ടേ എന്ന് പറഞ്ഞിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഇരിക്കെ ഒരു ചെറിയ പണക്കുണ്ടായപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫതല്ലഖഹാ തത്ലീഖതൻ, ഒരു പ്രാവശ്യം തലാഖ് ചൊല്ലിയിട്ടുണ്ട് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു തലാഖ് ചൊല്ലി, മൂന്നെണ്ണമല്ല, ഒന്ന്. ഉടനെ ഫഅതാഹു ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു, ഇന്നല്ലാഹ യഅമുറുക അൻ തുറാജിഅ ഹഫ്സ, ഹഫ്സ ബീവിയെ മടക്കിയെടുക്കണമെന്ന് അല്ലാഹു നിങ്ങളോട് പറയുന്നു നബിയെ. ഹഫ്സ ബീവിയെ മടക്കിയെടുക്കണം. എന്തേ കാരണം? ഫഇന്നഹാ സവ്വാമത്തുൻ ഖവ്വാമ, അവരെ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന സ്വഭാവക്കാരിയാണ്. സ്വവാമത്തുൻ, റമളാൻ കഴിഞ്ഞാലും ഒരുപാട് സുന്നത്ത് നോമ്പെടുക്കുന്ന സ്വഭാവക്കാരിയാണ്. വസൗജതുക ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അങ്ങയുടെ ഭാര്യയുമാണ് നബിയെ. അതുകൊണ്ട് ഹഫ്സ ബീവിയെ തിരിച്ചെടുക്കണം, പെട്ടെന്ന് തിരിച്ചെടുക്കണം എന്നാണ് നമ്മൾ പറയാറുണ്ടല്ലോ. മൂന്ന് വിഷയങ്ങൾ, കളിയും കാര്യമാണ്, കാര്യവും കാര്യമാണ്. അത്വലാഖു വന്നിക്കാഹു വറജ്അ, നിക്കാഹ് ചെയ്യലും കല്യാണം കഴിക്കലും, ത്വലാഖ് ചൊല്ലലും, പിന്നെ തിരിച്ചെടുക്കലും, മൂന്നും കാര്യവും കാര്യമാണ്, കളിയും കാര്യമാണെന്ന്. അതുകൊണ്ട് പൊന്നുമുഅ്മിനീങ്ങളെ സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്, എത്ര വലിയ പണക്കുണ്ടെങ്കിലും സ്വന്തം പെണ്ണുങ്ങളോട് നിന്നെ ത്വലാഖല്ലിന്നോ, നിന്നെ ഒഴിവാക്കിയെന്നോ, മൊഴി ചൊല്ലിയെന്നോ അതൊന്നും പറയാൻ നിൽക്കരുത്, ദയവ് ചെയ്തിട്ട്. അതൊക്കെ അവസാനത്തെ സംഗതിയാണ്. വർത്തമാനത്തിന്റെ കൂട്ടത്തിലെങ്ങാൻ അങ്ങനെ പറഞ്ഞുപോയി പച്ച തൊലാക്ക് സംഭവിച്ച് 2-3 കൊല്ലമായിട്ട് ഇപ്പൊ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഞാൻ അന്നാ പറഞ്ഞ തൊലാക്കായത് പച്ച തൊലാക്ക്, ബായിനായ തൊലാക്ക് സംഭവിച്ചിട്ടുണ്ട്. 2 പേർക്കും കാണാൻ പോലും പാടില്ല. അടുത്ത ഒരാൾ ഇവളെ കല്യാണം കഴിച്ച് അയാൾ ഒഴിവാക്കിയാലല്ലാതെ ഇവളെ ഇവർക്ക് ഭാര്യയായിട്ട് ഇയാൾക്ക് പറ്റൂല. അങ്ങനത്തെ കേസുകൾ വർത്തമാനങ്ങൾക്കിടയിൽ നിന്നെ ഞാൻ 3 ചൊല്ലി ഒഴിവാക്കിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തമാശ പറഞ്ഞു. എനിക്ക് ഓർമ്മയില്ലായിരുന്നു, എനിക്ക് ബോധമില്ലായിരുന്നു, ഞാൻ ആലോചിച്ചിട്ടല്ലേ, എനിക്ക് അവളല്ലാതെ പറ്റൂല. എന്ത് ചെയ്യാൻ, സംഗതി കൈവിട്ടു പോയില്ലേ. കളിയും കാര്യമാണ്, കാര്യവും കാര്യമാണ്. ത്വലാഖും നിക്കാഹും തിരിച്ചെടുക്കലും റജ്അത്തും. അപ്പോ നബി ഞങ്ങളോട് തിരിച്ചെടുക്കാൻ വേണ്ടി പറയാ, ഇന്നല്ലാഹ യഅമുറുക അൻ തുറാജിഅ ഹഫ്സ, ഹഫ്സ ബീവിയെ തിരിച്ചെടുക്കണം നബിയെ. എന്താ കാരണം എന്നറിയോ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്ത കാരണം, ഫഇന്നഹാ സവ്വാമ, അവർ ഒരുപാട് നോമ്പ് നോൽക്കുന്നവരാണ്, ഒരുപാട് നോമ്പ് നോൽക്കുന്ന സ്ത്രീയാണ് ഹഫ്സ ബീവി. നിങ്ങളുടെ മോള്, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോള് ഒരുപാട് നോമ്പ് നോൽക്കുന്നവളാണ്. ഖവ്വാമത്തുൻ, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവളാണ്. വസൗജതുക ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അങ്ങയുടെ ഭാര്യയായി വരാൻ പോകുന്നവരാണ്. അതുകൊണ്ട് നബിയെ വളരെ പെട്ടെന്ന് തിരിച്ചെടുത്തേക്കണം, അല്ലാഹുവിന്റെ ഓർഡർ. വറജഅഹാ റസൂലുള്ളാഹ്, നബി തങ്ങൾ അവരെ തിരിച്ചെടുക്കുകയും ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താ പറഞ്ഞെന്നറിയോ? നല്ല നോമ്പുള്ളവളാണ്. അവർ വലിയൊരു ഭാഗ്യം കിട്ടിയില്ലേ. നബി തങ്ങൾ ത്വലാഖ് ചൊല്ലി ഒഴിവാക്കിയിരുന്നെങ്കിൽ സ്വർഗത്തിലേക്ക് ഭാര്യയായി പോവാനുള്ള ഭാഗ്യം നഷ്ടപ്പെട്ടേനെ. പക്ഷെ അത് കിട്ടാൻ കാരണം നന്നായി നോമ്പ് നിൽക്കുന്നവളാണ് എന്ന വിഷയമാണ്. അല്ലാഹു തആല സുന്നത്ത് നോമ്പുകളൊക്കെ ജീവിതത്തിൽ ഒരുപാട് കൊണ്ടു നടക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒന്ന് എഴുതിട്ട് സ്വലാത്ത് ഇല്ലല്ലേ? തിരിച്ചിരിക്കുമ്പോ ചെയർ വലിഞ്ഞു പോയിട്ട് താഴെ വീഴരുതേ. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. നോക്കിയിരിക്കണേ.
ആരും കൊണ്ടൊന്നുമില്ലല്ലോ. എഴുന്നേൽക്കാൻ പ്രയാസമുള്ളവർ എഴുന്നേൽക്കുന്ന, കുട്ടികളെ മടിയിൽ വെച്ചിരിക്കുന്ന പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും, അവർ എഴുന്നേൽക്കണ്ട. എന്ത് ചെയ്യാം? അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ചൊല്ലിക്കോളൂ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിന് യുദ്ധത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് മഹാനായ സ്വഹാബി അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു നബിയോട് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, ഉദ്ഉല്ലാഹ ലീ ബിശ്ശഹാദ. നബിയെ, ഈ യുദ്ധത്തിൽ ഷഹീദായി മരിക്കാൻ എനിക്കെന്ന് അല്ലാഹുവോട് ദുആ ചെയ്യണം നബിയെ, അല്ലാഹുവിന് വേണ്ടി മരിക്കണം. നമ്മളിതൊക്കെ പറഞ്ഞു പോവാണ്. എന്താണ് ഈ ചോദിക്കണമെന്ന് ആലോചിക്കണേ. നമ്മൾ വേറെയൊക്കെ ഉസ്താദേ വയറുവേദന മാറാൻ വേണ്ടി തോർക്കണം, അല്ലെങ്കിൽ വിസ അടിക്കാൻ വേണ്ടി തോർക്കണം, അല്ലെങ്കിൽ മെഡിക്കലിൽ പാസ്സാവാൻ, ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവാന്. നബിയോട് വാർക്കാൻ പറഞ്ഞ വിഷയം എന്താണെന്നറിയോ? നബിയെ, അല്ലാഹുവിന് വേണ്ടി ചോര കൊടുത്ത് മരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് നബിയെ. യുദ്ധത്തിനോട് നമ്മൾ എന്തായിരിക്കുന്നതൊക്കെ പഠിച്ചു പൊന്നാര നബിയെ, ഒരു വെട്ടൊന്ന് കിട്ടാതെ കഴിച്ചിലായി കിട്ടാൻ വരക്കണേ. സ്വഹാബികളും ബാക്കിയുള്ള തമ്മിലുള്ള വ്യത്യാസം അതാ. അതുകൊണ്ട് സ്വഹാബത്തിനെ അള്ളാഹു നബിക്ക് നമുക്ക് വേണ്ടി തെരഞ്ഞെടുത്തു കൊടുത്തു. ആ ഒരു ധൈര്യമൊന്നും ഒരു മലയാളിക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളെ കൂട്ടത്തിൽ വന്ന് നിബിധങ്ങൾ അയക്കാതിരുന്നതെന്നാ. അറബികളിലേക്ക് നിബിധങ്ങൾ അയക്കാനുള്ള കാരണം തന്നെ മാത്രം പറഞ്ഞ് ഇമാമിങ്ങൾ കിതാബ് എഴുതിയിട്ടുണ്ട്. അബുൽ ഹസൻ അലി നദവി സാഹിബ് ഒരു കിതാബിന്റെ ഭൂരിഭാഗവും പേജുകൾ ചെലവഴിച്ചത് അതിന്റെ കാരണം പറയാൻ, അറബികളെ എന്തേ നബി അള്ളാഹു തെരഞ്ഞെടുത്തത് നബിയുടെ സ്വഹാബികളാവാൻ. ഈ ധൈര്യം നമുക്കൊന്നും ഉണ്ടാവില്ല എന്നാ. അല്ലാഹുവിനോട് ദുആ ചെയ്യണം നബിയേ ബിശ്ശഹാദ, എനിക്ക് മരിക്കാൻ ആഗ്രഹമുണ്ട് നബിയേ, ഈ യുദ്ധത്തിൽ നിങ്ങളൊന്ന് ദുആ ചെയ്തു തരണം. ആരാ ചോദിച്ചത്? അബൂ ഉമാമ റളിയല്ലാഹു അൻഹു. ആ സ്വഹാബിനെ ഓർമ്മയുണ്ടോ? കടബാധ്യതയിൽ നിന്ന് വീടാനുള്ള ആ ഒരു ദുആ പഠിപ്പിച്ചത് ഈ സ്വഹാബിയാണ്, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു. പള്ളിയിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ നബി ചോദിച്ചത്, എന്താണ് ഇരിക്കുന്നത്? എന്ത് പറഞ്ഞു? ദുയൂനി വഹുമൂമി ലസിമത്നി. കടാണ് നബിയെ, കുറെ ടെൻഷനാ നബിയെ, പിന്നെ എവിടെ പോകേണ്ടത്? പള്ളിയിൽ ഇരിക്കുകയാണ്. കുറേ നേരം രാവിലെ തന്നെ പള്ളിയിൽ വന്നിരുന്ന് കണ്ടപ്പോഴേ തങ്ങൾ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് ചില വാക്കുകൾ പറഞ്ഞു തരട്ടെ, അത് നിങ്ങൾ ചൊല്ലിയാൽ ഖദല്ലാഹു അൻക ദൈനക വകഫാക ഹമ്മക, നിങ്ങളുടെ കടം അല്ലാഹു വീട്ടിത്തരും, നിങ്ങളുടെ ടെൻഷൻ അല്ലാഹു മാറ്റിത്തരും. ചൊല്ലിക്കോളൂ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്റിർ റിജാൽ. കടം വിടാനുള്ള ഈ ദുആ പഠിപ്പിച്ചത് മഹാനായ സ്വഹാബി അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ആണ്. ആ സ്വഹാബിയ പറഞ്ഞത് ഏതാനും ആഴ്ചകൾ ചൊല്ലിയപ്പോഴേക്കും ഖദല്ലാഹു അന്നി ദൈനി, എന്റെ കടം ഞാൻ അറിയാതെ അല്ലാഹു എനിക്ക് വിട്ടുതന്നു എന്ന് പറഞ്ഞ സ്വഹാബി. ഒരു യുദ്ധത്തിന് തങ്ങൾ ഒരുങ്ങുമ്പോ നബിയെ ദുആ ചെയ്യണം, നബിയെ എനിക്ക് ഷഹീദാവണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുമ്മ സല്ലിംഹും വഗന്നിംഹും, അല്ലാഹുവേ എന്റെ സ്വഹാബികളെ രക്ഷപ്പെടുത്തേണമേ, അവർക്ക് നീ ഗനീമത്ത് കൊടുക്കണേ അല്ലാഹ്. ഗനീമത്ത് കൊടുക്കണേ എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ തോറ്റോടിയിട്ട് അവരുടെ യുദ്ധമുതലുകൾ എന്റെ സ്വഹാബിന് കിട്ടണം. അല്ലാഹുവേ നീ വിജയിപ്പിക്കുക, അവരെ രക്ഷപ്പെടുത്തണം, ഗനീമത്തും കൊടുക്കണം. ഒരു സ്വഹാബി മരിച്ചില്ല എന്നാ, ഷഹീദായില്ല എന്നാ. ആ യുദ്ധത്തിൽ ഇഷ്ടംപോലെ ഗനീമത്തും കിട്ടി. സുബ്ഹാനല്ലാഹ്. നബി തങ്ങളോട് ചോദിച്ചത് രക്തസാക്ഷിത്വമാണ്. തങ്ങൾ അപ്പോൾ ദുആ ചെയ്തു, അല്ലാഹുവേ രക്ഷപ്പെടുത്തണം, അവർക്ക് ഗനീമത്തും കൊടുക്കണം പടച്ചവനെ. പിന്നെ രണ്ടാമതും ഒരു യുദ്ധം നടന്നു. അന്ന് നബി ഇങ്ങനെ തന്നെ ദുആ ചെയ്തു, നബിയോട് ചെന്ന് ദുആ ചെയ്തു, നബിയേ എനിക്ക് ഷഹീദാവാൻ ആഗ്രഹമുണ്ട് നബിയേ, അല്ലാഹുവിന് വേണ്ടി ചോര ചിന്തി മരിക്കാൻ ആഗ്രഹമുണ്ട് നബിയേ, ഒന്ന് ദുആ ചെയ്തു തരുമോ? അല്ലാഹുമ്മ സല്ലിംഹും വഗന്നിംഹും, അല്ലാഹുവേ ഇവരെ രക്ഷപ്പെടുത്തേണേ, ഗനീമത്ത് കൊടുക്കണമേ അല്ലാഹ്. അന്നും സ്വഹാബികൾക്ക് ഒരു നഷ്ടമില്ല, ഇഷ്ടംപോലെ ഗനീമത്തും കിട്ടി. മൂന്നാമത്തെ യുദ്ധം നടക്കുമ്പോ നബി തങ്ങളുടെ മുമ്പിൽ ഇതേ സ്വഹാബി അബൂ ഉമാമ
റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, പുന്നാര നബിയേ, ഇതിന്റെ മുമ്പ് 2 പ്രാവശ്യം ഞാൻ അങ്ങയുടെ മുമ്പ് വന്നിട്ടുണ്ട്, അങ്ങയോട് വന്ന് ചോദിച്ചിട്ടുണ്ട് രക്തസാക്ഷിത്വത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന്. അന്നൊക്കെ അങ്ങ് പറഞ്ഞത് സല്ലിംഹും വഗന്നിംഹും, രക്ഷപ്പെടുത്തണം, ഗനീമത്ത് സ്വത്ത് കൊടുക്കണമെന്ന്. അല്ലാഹു ഞങ്ങളെ ഫസല്ലംനാ വഗന്നമനാ, ഞങ്ങൾക്ക് അല്ലാഹു ഗനീമത്ത് തന്നു നബിയെ, ഞങ്ങൾ അല്ലാഹു രക്ഷപ്പെടുത്തി നബിയെ. അതുകൊണ്ട് മുത്തായി നബിയെ, യാ റസൂലല്ലാഹ് മുർനി ബിഅമലിൻ, ഷഹീദാവണേന്ന് ദുആ ചെയ്തിട്ട് മരിക്കാനല്ല അങ്ങ് ദുആ ചെയ്തത്. അതുകൊണ്ട് അങ്ങ് ഇഷ്ടപ്പെടുന്ന ഒരു അമൽ എനിക്ക് പറഞ്ഞു തരണം, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ എന്താ ചെയ്യേണ്ടത് നബിയെ? 3 പ്രാവശ്യമാണ് ഞങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്, ഷഹീദാവാൻ ദുആ എടുക്കണില്ല, ഞാൻ എന്ത് ചെയ്യണം? അലൈക ബിസ്സൗമി ഫഇന്നഹു ലാ മിസ്ല ലഹ്, നിങ്ങൾ നോമ്പെടുത്തേക്കണം അബൂ ഉമാമ, നോമ്പിനോളം പകരം നിൽക്കുന്ന വേറൊരു അമലില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3ാമത്തെ തവണ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ഷഹീദാവാനല്ല പോകുന്നത്, യുദ്ധമാണ്, പക്ഷേ വിജയിപ്പിക്കണേ പടച്ചോനെ, ഞങ്ങൾ ദുആ ചെയ്തു. നബിയെ ഇനി എന്തൊരു അമൽ പറഞ്ഞു തരൂ? അലൈക ബിസ്സൗം, നോമ്പെടുത്തേക്കണം. വ്യാഴാഴ്ചയും തിങ്കളാഴ്ച നോമ്പെടുക്കുക, റമദാൻ കഴിഞ്ഞാലുണ്ട്, മുഹറത്തിൽ നോമ്പുണ്ട്, ദുൽഹിജ്ജ നോമ്പുണ്ട്, മറ്റു വിശേഷപ്പെട്ട മറ്റു ദിവസങ്ങളിലുണ്ട്. എല്ലാ അറബ് മാസത്തിലെയും 13, 14, 15 അയ്യാമുൽ ബീളുകളിൽ നോമ്പുണ്ട്, ഒക്കെ എടുക്കാം. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നോമ്പ് അല്ലാഹുവിന് ഇഷ്ടമാണ്. സൗമു യൗമിൻ വഫിത്രി യൗം, ഒരു ദിവസം നോമ്പെടുക്കുക, പിറ്റേന്ന് നോമ്പെടുക്കണില്ല. റമദാനല്ലേ, റമദാൻ കഴിഞ്ഞിട്ട് ക്ലിപ്പുണ്ടാക്കുന്ന കാലാണ്, ഇത് മാത്രം വിട്ടിട്ട് വിടുക. അപ്പോ അടച്ചവനെ അല്ലാ, തമാശ പറഞ്ഞതാണേ. ലോകത്തെ എല്ലാരും ഇഷ്ടപ്പെടുത്തി പറയാൻ ആർക്കും കഴിയില്ല എന്നാ, എല്ലാവർക്കും അങ്ങനെ കഴിയൂലെന്നാ. നമുക്ക് മനസ്സിലായ ചില സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടൂല. ആയിക്കോട്ടെ, അതിന് കുഴപ്പമില്ല, നമുക്ക് കുറെ അമൽ കിട്ടൂലേ, അൽഹംദുലില്ലാ, കുറെ അമൽ കിട്ടും. അപ്പോ സൗമ്യവും മഫിത്രിയും, റമദാൻ മാസത്തിലെ വേളാണ്, ഒരു ദിവസം നോമ്പെടുക്കുക, പിറ്റേ നോമ്പെടുക്കാന്നൊക്കെ പറഞ്ഞാണ്ടേ. അപ്പോ അതല്ല ഉദ്ദേശിക്കുന്നത്. റമദാൻ കഴിഞ്ഞിട്ട് സുന്നത്ത് നോമ്പെടുക്കുമ്പോൾ അങ്ങനെ സുന്നത്തിന് അഡക്റ്റീവ് കണ്ടിന്യൂസ് ആയിട്ട് നോമ്പെടുക്കണ്ട, ഒരു ദിവസം നോമ്പ്, പിന്നെ ഒഴിവാക്കുക, പിറ്റേ നോമ്പ്, ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നോമ്പെടുക്കാൻ. അത് ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നോമ്പാ, അത് നബി തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു എന്ന് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ അലൈക ബിസ്സൗം, നിങ്ങൾ നോമ്പെടുത്തേക്കണം, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്നഹു ലാ മിസ്ല ലഹ്, അതിന് തുല്യമായിട്ട് വേറൊരു അമലില്ല, അതിന് തുല്യമായ വേറൊരു അമലില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വസിയത്ത് കേട്ടതിന്റെ ശേഷം മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഭാര്യയും അവിടുത്തെ വേലക്കാരും എപ്പോഴും നോമ്പെടുക്കുന്നവരായിരുന്നു. ജനങ്ങൾ അവരുടെ വീട്ടിൽ ഒരു പുക കാണാറില്ലായിരുന്നു, അത്രക്കും നോമ്പായിരുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പുക കണ്ടാൽ അതിന്റെ അർത്ഥം അവിടെ ഏതോ ഒരു അതിഥി വന്നിരിക്കുന്നു എന്ന് ജനങ്ങൾ മനസ്സിലാക്കുമാർ ഒരുപാട് നോമ്പെടുത്തിരുന്ന മഹാനാണ് അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു. നബി പറഞ്ഞത കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഷഹീദാവണമെന്ന് ദ്വാരക്കാൻ വേണ്ടി 3 പ്രാവശ്യം പറഞ്ഞ് ദ്വാ ചെയ്ത് കൊടുക്കാത്ത നബി തങ്ങൾ നോമ്പെടുത്തോളൂ എന്ന് പറഞ്ഞു. പിന്നെ അവരും ഭാര്യയും വേലക്കാരും ഒക്കെ നോമ്പെടുക്കുന്നവരാണെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾ ഒരുപാട് കാലം അങ്ങനെ നോമ്പെടുത്തു. പിന്നെ ഞാൻ നബി തങ്ങളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അമർതനാ ബിസ്സിയാം, ഞങ്ങളോട് നോമ്പെടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നല്ലേ നബിയേ. ഫഅർജു അൻ യകൂന ഖദ് ബാറകല്ലാഹു ലനാ ഫീ, അല്ലാഹു ഞങ്ങൾക്കതിൽ ബറക്കത്ത് തന്നിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു നബിയേ. ഒരുപാട് നോമ്പെടുത്തിട്ടുണ്ട്. യാ റസൂലല്ലാഹ് മുർനി ബിഅമലിൻ ആഖർ, വേറെന്തെങ്കിലും ഒരു അമൽ കൂടെ തരൂ, വേറെന്തെങ്കിലും ഒരു അമൽ. നോമ്പ് ഒരുപാട് കാലം നോമ്പെടുത്തു, പറഞ്ഞു നബിയെ അങ്ങ് എടുക്കാൻ വേണ്ടി പറഞ്ഞില്ലേ, അതിന്റെ ബറക്കത്ത് അല്ലാഹു ഞങ്ങൾക്ക് തന്നിരിക്കണം, ഇനി എന്തെങ്കിലും വേറെയും പറഞ്ഞു തരൂ നബിയെ. അപ്പൊ നബി ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇഅലം, അറിയണം, അന്നക ലൻ തസ്ജുദ ലില്ലാഹി സജദതൻ, അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ ഒരു സുജൂദ് ചെയ്തു കഴിഞ്ഞാൽ ഇല്ലാ റഫഅല്ലാഹു ബിഹാ ലക ദറജ, അല്ലാഹു നിങ്ങൾക്ക് ഒരു സ്ഥാനം ഉയർത്താതിരിക്കുകയില്ല. അല്ലാഹു ഒരു സ്ഥാനം നിങ്ങൾക്ക് ഉയർത്തി വെക്കും ഒരു സുജൂദ് കൊണ്ട്. ഫാറുജു, അതുകൊണ്ട് അല്ലാഹു നിങ്ങളുടെ ഒരു തെറ്റ് അല്ലാഹു കുറച്ചു കളയുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് നിസ്കാരം വർദ്ധിപ്പിക്കണം, സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കണം, സുജൂദ് നിങ്ങൾ വർദ്ധിപ്പിക്കണം, സുജൂദ് വർദ്ധിപ്പിക്കണം. ഓരോ സുജൂദിനും ഒരു സ്ഥാനം ഉയർത്തുകയും അല്ലാഹു നമ്മുടെ ഒരു തെറ്റുകൾ താഴ്ത്തിക്കളയുകയും ചെയ്യുമെന്നാണ്. സുബ്ഹാനല്ലാഹ്.
അപ്പോ ഖിയാമുൽ ലൈലും മറ്റു വിഷയങ്ങളൊക്കെ ഒരുപാട് വർദ്ധിപ്പിക്കുക, നന്മയിലൂടെ ഒരുപാട് സുന്നത്തുകൾ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കുക. അല്ലാഹു പറയുന്നില്ല, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഫ്തറതുഹു അലൈഹി. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഫർളുകൾ ചെയ്യുക, അത് കഴിഞ്ഞാൽ പിന്നെ സുന്നത്തുകൾ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമെന്നാണ്. മുൻഗാമികളായ ആളുകളൊക്കെ ഒരുപാട് സുന്നത്ത് നോമ്പെടുത്തിരുന്നു. റമളാൻ നമുക്ക് ഒരു ഒറ്റ ദിവസത്തെ അല്ലെങ്കിൽ ഒരു മാസത്തെ അനുഭവം മാത്രമാവരുത്. റമളാൻ കഴിഞ്ഞാലും നോമ്പിന്റെ ആ ഒരു രുചി നമുക്ക് ബാക്കി വേണമെന്നാണ്. ഒരു വേലക്കാരിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, ജാരിയത്തുൽ അഹദി സലഫ്, മുൻഗാമികളിൽപ്പെട്ട ഒരു പെണ്ണ് അവരുടെ മുതലാളിയിൽ നിന്ന് അവരെ മറ്റൊരു മുതലാളി വാങ്ങിച്ചു കൊണ്ടുപോയി. അപ്പോ ഈ പെണ്ണ് ചെന്ന് നോക്കുമ്പോൾ റമളാനിലുണ്ട് ആളുകള് ഭക്ഷണമൊക്കെ റെഡിയാക്കുന്നു. നാട്ടിലൊക്കെ ചെയ്യുന്ന പോലെ റമളാനായ ഭക്ഷണം കഴിക്കാനുള്ള മാസമാണല്ലോ. അപ്പോൾ ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കാൻ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അല്ലാഹു വരെ ഭക്ഷണം എടുക്കാനുള്ള മാസമാണ്, നമ്മൾ തീരുമാനിച്ച് ഭക്ഷണം കഴിക്കാനുള്ള മാസമാണ് അല്ലെ. അങ്ങനെ ഒരു മാസത്തെ വ്രതാനുഷ്ഠാനം, ഒരു മാസത്തെ മുഴുവൻ പട്ടിണി 15 കിലോ റമളാൻ കഴിയുമ്പോഴേക്കും ഇങ്ങനെയൊക്കെ മാറിയിരിക്കുകയാണ്. അപ്പൊ ആ സ്ത്രീ ചെന്ന വീട്ടുകാരെ നമ്മളാട്ടേരെ പോലെയാണ്, അരി പൊടിക്കലും മസാല ഉണ്ടാക്കലും ഒക്കെ റെഡിയാക്കി. അപ്പൊ ചോദിച്ചു, എന്തെങ്കിലും ഒരുങ്ങണമെന്നും ചോദിച്ചു. നോമ്പ് റമളാൻ വരെയല്ലേ? ചോദിച്ചു, പൊന്നാരെ കൂട്ടരെ, ഇങ്ങൾക്ക് ഈ റമളാൻ മാസത്തിന് മാത്രമേ നോമ്പുള്ളൂ? ഞാൻ വന്ന ആ എന്റെ പഴയ മുതലാളി, അവിടുത്തെ വീട്ടുകാരി, അവർക്ക് എന്നും നോമ്പായിരുന്നു. എന്നെ പറഞ്ഞേച്ചേക്ക് ഞാൻ പോവാണ് നിങ്ങളുടെ കൂടെ, ഞാൻ നിൽക്കണില്ല. എന്നെ പറഞ്ഞ റുദ്ദൂരിയിലേക്കും, ഞാൻ അവരുടെ അടുത്തേക്ക് തിരിച്ചു പോവാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് നിൽക്കാൻ പറ്റൂല, എന്നെ തിരിച്ചു കൊണ്ടാക്കി തരണമെന്ന സ്ത്രീ പറഞ്ഞത് നമ്മുടെ മഹാനായ ഇബ്നു റജബ് ഹംബലി തങ്ങളെ ഉദ്ധരിച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോ നോമ്പ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവണം. അങ്ങനെ നിസ്കാരം ഭാഗമല്ലേ എന്ന പോലെ നിരന്തരമായി നോമ്പെടുക്കണമെന്നാണ്. മഹാനായ ഇമാം സ്വാലിഹ് ഇബ്രാഹിം ഇബ്നുൽ ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് നോമ്പെടുത്തിരുന്ന മഹാനാണ്. ഒരുപാട് പ്രായമായി, മരിക്കാനുള്ള അസുഖം വന്നിരിക്കുന്നു. മരണത്തെ കൺമുമ്പിൽ കാണുമ്പോ ഒരു അശ്ര നിസ്കാരത്തിന്റെ നേരമായിട്ടുള്ള നോമ്പാണ്. ആർക്ക്? ഇബ്രാഹിം ഇബ്നുൽ ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി. മരണത്തിന്റെ വെപ്രാളം തുടങ്ങി, നാം ഉണങ്ങാൻ തുടങ്ങി, ഞരമ്പുകൾ തളരാൻ തുടങ്ങിയിരിക്കുന്നു. മകന്റെ മുഖത്തേക്ക് കണ്ണു നോക്കിയിട്ട് പറഞ്ഞു, യാ വലദി അന അത്ഷാൻ, മോനെ ദാഹമുണ്ട്, മോനെ ദാഹമുണ്ട്. ഫജാഅ വലദുഹു ബിമാ, മോൻ വെള്ളം കൊണ്ടുവന്നു കൊടുക്കുന്നു. മഹാനായ ഇബ്രാഹിം ഇബ്നുൽ ഹാനി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് നോമ്പുകാരനായി അശ്ര നേരമായിട്ടുണ്ട്, നാവ് ഉണങ്ങി, തൊണ്ട ഉണങ്ങിയിരിക്കുകയാണ്. മോനെ വെള്ളം വേണം, മരിക്കാൻ പോവാണ്. മോൻ വെള്ളം കൊണ്ടുവന്നു. വെള്ളം വായിലേക്ക് കൊണ്ടുവന്നപ്പോൾ ചുണ്ട് പൂട്ടിവെച്ചു. എന്നിട്ട് പറയുന്നു, അഗാബത്തി ശംസു, സൂര്യൻ അസ്തമിച്ചോ? മുമ്പ് തുറക്കാനായോ എന്നാ ചോദിക്കുന്നത്. മോൻ പറഞ്ഞില്ല, ആയിട്ടില്ല, എനിക്ക് വെള്ളം വേണ്ട എന്ന് പറഞ്ഞു. മോൻ പറഞ്ഞു, വാപ്പാ കുടിക്കിൽ. വാപ്പ പറഞ്ഞു, മോനെ ഞാൻ കുടിക്കുന്നില്ല, സൂര്യൻ അസ്തമിക്കട്ടെ. സൂര്യൻ അസ്തമിക്കാറാകുവോളം മോൻ വെള്ളവുമായി വാപ്പയുടെ അരികത്തിരിക്കുമ്പോ അപ്പോഴാണ് മഗ്രിബ് കൊടുക്കാൻ പോകുന്നതിന്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് മഹാനായ ശൈഖ് ഇബ്രാഹിം ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി ഖുർആൻ ഓതുന്നുണ്ട്. ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ, അധ്വാനിക്കുന്നവരൊക്കെ അധ്വാനിക്കേണ്ടത് ഇതുപോലത്തെ ഒരു ദിവസത്തിന് വേണ്ടിയാണ്, നോമ്പുകാരനായി മരിക്കാനുള്ള ഭാഗ്യം. ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ. ثم تشهد, പിന്നെ കേൾക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരു വചനമാണ്. വമാത, മഹാനവറുകൾ സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പ് നോമ്പുകാരനായി ലോകത്തോട് വിട പറഞ്ഞത് നമ്മുടെ ചരിത്രഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. മരിക്കാൻ കൊതിച്ചത് നോമ്പുകാരനായിട്ട്. ദാഹിച്ചിട്ടുണ്ട്, വെള്ളം കുടിക്കണമെന്ന് തോന്നാണ്. വേണ്ട മോനെ, സൂര്യസ്തമിച്ചോ? ഇല്ലപ്പാ, കുടിച്ചേക്കിൻ. വേണ്ട മോനെ, വേണ്ട വേണ്ട, ചുണ്ടുകൾ പൂട്ടിവെച്ച് കാത്തിരിക്കാം. ഇങ്ങനെ ഖുർആൻ ഓതാണ്. ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ, അധ്വാനിക്കുന്നവരൊക്കെ അധ്വാനിക്കേണ്ടത് ഇതുപോലത്തെ ഒരു ദിവസം കിട്ടാനല്ലേ. ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ വിവരിച്ചു, എന്തോ ഒരു നല്ല മരണം യാ റബ്ബേ. നോമ്പുകാരനായ ഇബാദത്തിൽ മരിക്കാനുള്ള ഭാഗ്യം അത് സജ്ജനങ്ങളുടെ അടയാളമാണ്. മഹദിമാരിൽ ഏറ്റവും പുണ്യമഹദിയായിരുന്ന നഫീസത്ത് ബിനുൽ ഹസൻ, നഫീസത്ത് റളിയല്ലാഹു തആല അൻഹ ഒരുപാട് സുന്നത്ത് നോമ്പെടുത്തിരുന്ന മഹദിയാണ്. എത്രയോ സ്ത്രീകളുണ്ട് അങ്ങനെ സുന്നത്ത് നോമ്പെടുക്കുന്നവർ സ്ഥിരമായിട്ട്. വാർദ്ധക്യമായി ഇല്ലുകളെല്ലാം ദുർബലമായിരിക്കുന്ന സമയത്തും സുന്നത്ത് നോമ്പ് ഒഴിവാക്കാതെ മഹദി നഫീസത്ത് റളിയല്ലാഹു തആലക്ക് മരണം ആസന്നമായിരിക്കുന്നു.
മരണമാസന്നമായിരിക്കുന്നു. ആളുകളൊക്കെ പറഞ്ഞു, ഉമ്മ നിങ്ങൾ വെള്ളം കുടിക്കണം. മക്കളോടി വന്ന് വെള്ളവുമായിട്ട് നഫീസത്ത് ബിൻതുൽ ഹസൻ റളിയല്ലാഹു അൻഹ വെള്ളം കുടിക്കുന്നില്ല. മക്കൾ ചോദിച്ചു, ഉമ്മ വെള്ളം കുടിക്കണം, ക്ഷണിച്ചിട്ടില്ലേ? മഹദി റളിയല്ലാഹു അൻഹയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, വാ അജബാ, എന്തൊരു അത്ഭുതമേ, 30 വർഷമായി ഞാൻ അല്ലാഹുവിനോട് ചോദിക്കുന്നു, റബ്ബേ നിന്റെ മുമ്പിലേക്ക് ഞാൻ കടന്നു വരുന്ന ദിവസം നോമ്പുകാരിയായിട്ട് എനിക്ക് വരണം, എനിക്ക് നോമ്പ് നോറ്റ് മുമ്പിലേക്ക് വരണം പടച്ചവനെ എന്ന് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ തുടങ്ങിയിട്ട് 30 വർഷമായിട്ടുണ്ട് മക്കളെ, 30 വർഷമായിട്ടുണ്ട് മക്കളെ. എനിക്ക് നോമ്പുകാരിയായി ഈ രോഗം പിടിപെട്ട് ഞാൻ കിടക്കുന്ന ഈ നേരം അല്ലാഹുവിലേക്ക് ഞാൻ മടങ്ങുകയാണെങ്കിൽ ഞാൻ ആ ചോദിച്ച ദുആഇന്റെ ഉത്തരമല്ലേ അല്ലാഹു നൽകാൻ പോകുന്നത്? എനിക്ക് വെള്ളം വേണ്ട, വെള്ളം വേണ്ട. ഖുർആനോദാൻ തുടങ്ങി. ഖുർആനോദാൻ തുടങ്ങി. കുല്ലി മൻ മാ ഫിസ് സമാവാതി വൽ അർദ് ഖുൽ ലില്ലാഹ് كتب على نفسه الرحمة. അവസാനം പറഞ്ഞ വാക്കാണത്. ഖുർആൻ ഓതിയിട്ട് മരിക്കുന്നവര്, ദിക്ർ ചൊല്ലി മരിക്കുന്നവരുണ്ട്. നഫീസത്തുൽ മിസ്രിയ്യ റളിയല്ലാഹു അൻഹ മരിക്കാൻ പോകുന്ന സമയത്ത് അവസാനം ഓതിയത് നോമ്പുകാരിയായി മരിക്കാൻ പോവുകയാണ്. കുല്ലി മൻ മാ ഫിസ് സമാവാതി വൽ അർദ്. ചോദിക്കണം നബിയേ, ആർക്ക് അവകാശപ്പെട്ടതാണ് അല്ലാഹുവിന്റെ ആകാശഭൂമികൾക്കിടയിലുള്ളത്, ആകാശഭൂമികളിലുള്ളത്, ഈ പ്രപഞ്ചത്തിനുള്ളത് എന്നാണ് ആ വാക്കിനർത്ഥം. പ്രപഞ്ചത്തിലുള്ളത് ആർക്കുള്ളതാണ് എന്ന് ചോദിക്കും നബിയേ. പറഞ്ഞു കൊടുക്കണം, ഇത് അല്ലാഹുവിന്റെ ലോകമാണ്. കതബ അലാ നഫ്സിഹി റഹ്മ. അല്ലാഹു കരുണ തന്റെ നഫ്സിന് നിർബന്ധമാക്കിയിരിക്കുന്നു. അല്ലാഹു കരുണ ചെയ്യുന്നവനാണ്. സൂറത്തുൽ അൻആം. അല്ലാഹു കരുണ ചെയ്യുന്നവനാണ്, അവനാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാം. ഞാനും നിങ്ങളൊക്കെ അല്ലാഹുവിനുള്ളതാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിനുള്ളവരാണ്, അല്ലാഹുവിലേക്ക് തിരിച്ചു പോകുന്നവരല്ലേ. കതബ അലാ നഫ്സിഹി റഹ്മ. അല്ലാഹു ഞാൻ റഹ്മത്ത് ചെയ്യുന്നവനാണ് എന്ന് നിർബന്ധമാക്കിയിട്ടുണ്ട്. അല്ലാഹു അവന്റെ നഫ്സിനെ, അല്ലാഹുവിന്റെ ദാത്തിനെ റഹ്മത്ത് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന വാക്കെത്തിയപ്പോൾ ആ വാക്ക് പറഞ്ഞതിൽ പിന്നെ റൂഹ് ശരീരത്തിൽ നിന്ന് ഉയർന്നു പോവുകയാണ് ഉണ്ടായത്. നോമ്പുകാരിയായിട്ട് അല്ലാഹു നമുക്കൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ. എന്റെ കാരണം എന്നറിയോ, ഒരുപാട് നോമ്പ് വെച്ചിരുന്നു. അപ്പൊ അല്ലാഹു കൊടുത്ത ചാൻസ് അതാ, നോമ്പുകാരിയായിട്ട് എന്നിട്ട് പോരി എന്റെ അടുത്തേക്ക്. എന്തൊരു ഭാഗ്യമാണ് യാ റബ്ബേ, എന്തൊരു ഭാഗ്യം. മഹാനായ ഇമാം ഇബ്നു അബി അദി റഹ്മത്തുള്ളാഹി അലൈഹി 40 ദിവസം അല്ലാഹുവിന്റെ സുന്നത്ത് നോമ്പെടുത്തിരുന്ന മഹാനാണ്. 40 ദിവസം ഇബ്നു അബി അദി റഹ്മത്തുള്ളാഹി അലൈഹി കച്ചവടക്കാരനായിരുന്നു. ബഹുമാനപ്പെട്ടവർ കാന ഖറാസൻ, ബഹുമാനപ്പെട്ടവർ എംബ്രോയിഡറി വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. ബഹുമാനപ്പെട്ടവർ തുന്നൽ പണി ചെയ്തിരുന്നു. മഹാനായ ഇബ്നു അബി അദി റഹ്മത്തുള്ളാഹി അലൈഹി 40 വർഷം സുന്നത്ത് നോമ്പെടുത്തിട്ട് സ്വന്തം ഭാര്യ പോലും അറിഞ്ഞിട്ടില്ല തന്റെ ഭർത്താവിന് 40 കൊല്ലം സുന്നത്ത് നോമ്പായിരുന്നു എന്ന്. ഭാര്യമാരറിയാതെ കള്ളുടിക്കുന്ന വളവന്മാരുണ്ട്. 40 കൊല്ലം കുടിച്ചിട്ടുണ്ടാവും, ഈ പെണ്ണ് അറിഞ്ഞിട്ടുണ്ടാവില്ല. അതല്ലേ ഈ പറഞ്ഞത്, 40 കൊല്ലം നോമ്പെടുത്തിട്ട് അറിഞ്ഞിട്ടില്ല. കുട്ടിയൊക്കെ ചൂടുമ്പോ എ സി ഒക്കെ ആണല്ലോ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ, പ്രശ്നമൊന്നുമില്ല. കുട്ടികൾക്കുള്ള വെള്ളം മുട്ടായിക്ക് കൊടുക്കി. വെള്ളല്ലേ എല്ലാവർക്കും കുടിക്കാനൊക്കെ വളണ്ടിയർമാർ കൊടുത്തേക്കണേ, എത്തിച്ചു കൊടുക്കണം. കുട്ടികൾ ജമാഅത്തായിട്ട് കയറിയാന്നാ തോന്നുന്നത്. എന്റെ കുട്ടിയൊക്കെ ഉണ്ടാവും ഇപ്പൊ ആ കൂട്ടത്തിലെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോ ഇൻഷാ അല്ലാഹ് അവരൊക്കെ കൊണ്ടുവന്ന് ഉമ്മാരെ സമ്മതിക്കണം. നോമ്പ് വെച്ചിട്ട് കുട്ടികളെ പിടിച്ചിരിക്കണ്ടേ. കുട്ടികളൊക്കെ മേലെ ഏൽപ്പിച്ചിട്ട് ഇവിടെ കൈ കാട്ടിയിരിക്കണ സാപ്പാരുണ്ടാവും. 2 കുട്ടികൾ, ഒരു കുട്ടിനെ ഞാൻ കൊണ്ടുപോയിക്കോളാന്ന് പറയണമെന്നാ. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം ആക്കല്ലേ. ഇൻഷാ അല്ലാഹ് കുട്ടികൾ നിന്നല്ലോ. പക്ഷികളുടെ കളകൂജനത്തെക്കാളും മധുരമാണെന്ന കുട്ടികളുടെ സംസാരവും കരച്ചിലൊക്കെയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു കുട്ടികളില്ലാത്തവർക്ക് കണ്ണുകളുമുള്ള മക്കൾ അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 40 വർഷമായി ബഹുമാനപ്പെട്ട ഇബ്നു അബി അദി റഹ്മത്തുള്ളാഹി അലൈഹി സുന്നത്ത് നോമ്പെടുത്തിട്ട് സ്വന്തം ഭാര്യ അറിഞ്ഞിട്ടില്ല എന്നാ. 40 കൊല്ലം. അപ്പൊ എന്താ, ഭക്ഷണം കൊണ്ടുപോകും ജോലിക്ക് പോകുമ്പോൾ. നോമ്പെടുക്കുകയാണെങ്കിൽ ആ മഗ്രിബിന്റെ സമയത്ത് നോമ്പ് തുറന്നു വരും. നോമ്പില്ലെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കും.
വീട്ടിലേക്ക് രാത്രിയും സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ലല്ലോ, കറണ്ടൊന്നും ഇല്ലല്ലോ, മഗ്‌രിബായ ഷട്ടർ അടക്കും, വീട്ടിലേക്ക് വരും. അപ്പൊ നോമ്പ് തുറന്നിട്ട് ഭാര്യ അറിഞ്ഞിട്ടില്ല. 40 ദിവസം ഇതായിരുന്നു ഒന്നിടവിട്ടുള്ള നോമ്പ്. മഹാനായ ഇബ്നു അദി റഹ്മത്തുള്ളാഹി അലൈഹി. പിന്നെ മുഅ്മിനീങ്ങളെ, അങ്ങനെ ഇബാദത്ത് ചെയ്യാനാണ് ഇപ്പൊ പ്രയാസം കേട്ടോ. നമ്മൾ സ്കൈപ്പിലേക്ക് ഞാൻ നോമ്പ് മുറിക്കുകയാണ്, കണ്ട ഫോട്ടോ സെൽഫി, സുബ്ഹാനല്ലാഹ്, എന്ത് ചെയ്യണമെന്ന് ഫോട്ടോ എടുത്ത് വിടുകയാണ്. എന്താണ് വല്ലാത്തൊരു അസുഖമാണ് കേട്ടോ ഈ അനങ്ങിയ ഫോട്ടോ എടുക്കണത്. ദയവ് ചെയ്ത് നിർത്തണേ, ദയവ് ചെയ്ത് നിർത്തത്. ഒരു തരം പൊങ്ങച്ചമാണ്. ഞാൻ ചെയ്യണതൊക്കെ അറിയണം, മനുഷ്യന്മാർ ചെയ്യണതൊക്കെ, ഞാൻ ചെയ്യണതൊക്കെ ലോകം മുഴുവൻ അറിയണം എന്നൊക്കെ ഉള്ള ഒരു തരം കിബിറിന്റെയും റിയാഹിന്റെയും ഒക്കെ അസുഖമാണ് ഈ സെൽഫി എന്നൊക്കെ പറയുന്നത്. എന്താ പേരിയിരിക്കുന്നത്? നമ്മൾ ചെയ്യുന്ന അമല് കൊടുക്കുകയാണ്, നമ്മൾ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനം ഫോട്ടോ എടുത്ത് വിടുകയാണ്, നമ്മൾ എന്ത് സൽക്കർമ്മം ചെയ്താലും ഫോട്ടോ എടുത്ത് വിടുകയാണ്. നമ്മളൊരു കാര്യം ചെയ്ത് മനുഷ്യന്മാർ അറിയാതിരിക്കാൻ പാടില്ല, അത് നമ്മൾ അറിയരുത് എന്നാണ് നോക്കേണ്ടത്. ഉക്തുമൂ ഹസനാതികും കമാ തക്തുമൂന സയ്യിആതികും. മഹദി നഫീസത്ത് റളിയല്ലാഹു അൻഹയുടെ വാക്കാണത്. ഉക്തുമൂ ഹസനാതികും കമാ തക്തുമൂന സയ്യിആതികും. നിങ്ങളുടെ നന്മകൾ നിങ്ങൾ മറച്ചു വെക്കണം. ഏതുപോലെ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ നിങ്ങൾ മറച്ചു വെക്കണില്ലേ, നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ മറച്ചു വെക്കണില്ലേ, അതുപോലെ നന്മകൾ നിങ്ങൾ മറച്ചു വെച്ചേക്കണമെന്ന. ഫർളുകൾ ഓപ്പണായി ചെയ്തോളൂ, സുന്നത്തുകളൊക്കെ എന്ത് ചെയ്യണം, സ്വകാര്യമായി ചെയ്യണമെന്ന. സുന്നത്ത് നിസ്കാരം പള്ളിയിൽ നിസ്കരിച്ചാൽ അതിനേക്കാളും കൂലി വീട്ടിൽ നിസ്കരിച്ചാൽ 25 ഇരട്ടി കൂലി കൂടുതലാണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിലാവുമ്പോൾ എല്ലാവരും കാണും. ഫർള് നിസ്കാരം കഴിഞ്ഞ് ഫർളിന്റെ ശേഷമുള്ള സുന്നത്ത് നിങ്ങൾ റൂമിലെത്തിയിട്ട് വീട്ടിലെത്തിയിട്ട് നിസ്കരിച്ചു, അതിനാണ് കൂടുതൽ കൂലി എന്നാ. സുന്നത്ത് നിസ്കാരങ്ങൾ, ദുഹാ നിസ്കാരം വീട്ടിൽ നിസ്കരിച്ചു, ഖിയാമുൽ ലൈൽ വീട്ടിൽ നിസ്കരിച്ചു, തസ്ബീഹ് നിസ്കരിക്കുകയാണ് വീട്ടിൽ നിസ്കരിച്ചു, വിത്ർ നിസ്കരിക്കുകയാണ് വീട്ടിൽ നിസ്കരിച്ചു, കൂലി 25 ഇരട്ടി കൂലി കൂടുതലാണ്. ജമാഅത്തിന് 27 ഇരട്ടി കൂടുതലില്ലേ എന്ന പോലെ സുന്നത്ത് നിസ്കാരങ്ങൾ രഹസ്യമായി ചെയ്താൽ 25 ഇരട്ടി കൂലി കൂടുതലാണ്. നമുക്ക് എത്ര നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ചിലപ്പോ. അപ്പൊ സ്വകാര്യമാക്കി വെക്കണം എന്ന് ഒരുപാട് നന്മകൾ. അത് നമ്മൾ പടച്ചവന്റെ അടുത്ത് എത്തുമ്പോൾ കിട്ടിയാൽ മതി. ആൾക്കാരെ നമ്മളൊന്നും ചെയ്യണില്ല എന്ന് തന്നെ വിചാരിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. നമ്മൾ അള്ളാഹുവിന് വേണ്ടി അമല് ചെയ്യുക, അള്ളാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. മഹദി നഫീസത്ത് റളിയല്ലാഹു തആല അൻഹ നോമ്പുകാരിയായി മരിക്കുന്നത് ഖുർആൻ ഓതിയിട്ടാണ്. മഹാനായ ഇബ്രാഹിം ഇബ്നുൽ ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി നോമ്പുകാരനായി വഫാത്താകുമ്പോൾ വിശുദ്ധ ഖുർആൻ ഓതിയിട്ടാണ് മരിക്കുന്നത്. ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ. ഇങ്ങനെ മരിക്കാനാണല്ലോ ആളുകൾ അധ്വാനിക്കേണ്ടത്. നഫീസത്ത് റളിയല്ലാഹു അൻഹ കുല്ലു മമ്മാ ഫിസ് സമാവാതി വൽ അർദ് കുല്ലില്ലാഹ് കതബ അലാ നഫ്സിഹി റഹ്മ. അല്ലാഹു കാരുണ്യവാനാണെന്ന് അവസാനത്തെ വാക്ക് പറഞ്ഞ് നോമ്പ് തുറക്കുന്നതിന് മുമ്പേ മരിച്ചുപോയ നഫീസത്ത് ബിൻത് ഹസൻ റളിയല്ലാഹു അൻഹ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ തങ്ങളുടെ പൊന്നുമോൻ, മുത്തബിഉസ് സുന്ന, സുന്നത്തുകൾ എമ്പാടും ജീവിതത്തിൽ പാലിച്ചിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ, ഒരുപാട് നോമ്പ് നോറ്റിരുന്ന മഹാനാണ് ഉമർ തങ്ങളുടെ മോൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. ബഹുമാനപ്പെട്ടവരെ, എന്നും നോമ്പ് നോൽക്കും. നോമ്പ് നോറ്റു കഴിഞ്ഞാൽ വഴിയിൽ ആരെങ്കിലും കണ്ടാൽ അവർക്ക് സ്വതക്ക കൊടുക്കും. നോമ്പുകാരനായി സ്വതക്ക കൊടുക്കണമെന്ന ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാനിൽ ഒരുപാട് സ്വതക്ക കൊടുത്തിരുന്നവരായിരുന്നു. കർരീഹിൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റ് പോലെയാണ് നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതക്ക കൊടുക്കുന്നു. കാന അക്സറമായ തസദ്ദഖ്, നബി ഏറ്റവും കൂടുതൽ സ്വതക്ക കൊടുത്തിരുന്ന റമളാനിലായിരുന്നു. റമളാന്റെ മുമ്പ് തന്നെ കുറച്ച് ശമ്പളത്തൊക്കെ ഇന്ന് മാറ്റിവെക്കുക. റമളാനിൽ, പ്രത്യേകിച്ച് റമളാന്റെ അവസാനത്തെ 10 കളിലൊക്കെ സ്വതക്ക ചെയ്യാൻ വേണ്ടി കുറച്ച് പൈസ മാറ്റിവെക്കുക. ഒക്കെ നാട്ടിൽ ചവിട്ടണ്ട, കുറച്ചും ചെയ്യാ ഇവിടെ കൊടുക്കാൻ വേണ്ടി. ഇവിടെ ഒരുപാട് പാവപ്പെട്ടവരില്ലേ, നമ്മുടെ ലേബർ ക്യാമ്പുകളിലൊക്കെ ജോലി ചെയ്ത് എത്രയോ നമ്മുടെ കൂട്ടത്തിൽ വിസയും ബത്താക്കും ഒക്കെ എക്സ്പയർ ആയി നടന്നിട്ട് പിടികെട്ടാ പുള്ളികളായിട്ട് നടക്കാന്ന് ഞാൻ പറയണില്ല. പക്ഷേ മുങ്ങി നടക്കുന്നവര്, അല്ലെങ്കിൽ കയറി പോവാൻ ആഗ്രഹിക്കുന്നുണ്ട്, പറ്റുന്നില്ല, അങ്ങനെ കുടുങ്ങിയവര്, മറ്റു പ്രയാസങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ ഒരുപാടുണ്ടാവും. 21 റിയാൽ കൊണ്ട് ഒരു മാസം, അത് ഖത്തർ റിയാൽ, 21 റിയാൽ 21 ദിർഹമായിരിക്കും. അങ്ങനെ 21 റിയാൽ കൊടുത്തിട്ട് ഒരു മാസം ഭക്ഷണം കഴിച്ച ഒരു സാധു, മുമ്പൊരു മാനേജറായിരുന്നു. ജോലി നഷ്ടപ്പെട്ടു, ഒരുപാട് പ്രയാസമായി, ജനങ്ങളൊക്കെ കൈവിട്ടു, കടക്കാർ വന്ന് ബുദ്ധിമുട്ടാക്കാൻ തുടങ്ങി. 21 റിയാൽ കൊണ്ട് എന്തോ കുറച്ച് തൈരും ഒരു കഷ്ടം ബ്രെഡും വെച്ചിട്ട് ഒരു റൂമിൽ ഒറ്റയ്ക്ക് അദ്ദേഹം കഷ്ടപ്പെട്ട് ജീവിച്ച് നമ്മുടെ ഖത്തറിലെ വിക്കായിയുടെ പ്രവർത്തകന്മാർ കണ്ടെത്തി അദ്ദേഹത്തിന് സഹായം ചെയ്തു, നാട്ടിലേക്ക് പറഞ്ഞയച്ചു. 21 ദിർഹം കൊണ്ട് ഒരു മാസത്തെ ഭക്ഷണം, ഒരു മാസം അയാൾ ജീവിച്ചത് 21 റിയാൽ. നിങ്ങൾക്ക് എത്ര കഷ്ടപ്പെടുന്നവരുണ്ടെന്ന് നമുക്കറിയില്ല.
എത്രയോ ആളുകൾ ഇവിടെ തന്നെ ഉണ്ട് കഷ്ടപ്പെടുന്നവർ. അവർക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന വളണ്ടിയർമാർ വളരെ സജീവമായി അവർ രംഗത്തുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്തെങ്കിലും ഡൊണേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏൽപ്പിച്ചു കൊടുത്താൽ മതി, അവരുടെ അർഹതപ്പെട്ട കൈകളിലേക്ക് എത്തിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അള്ളാഹു സഹായം. നോമ്പ് വെക്കുന്ന സമയത്ത് ഒരുപാട് സ്വത കൊടുക്കണമെന്ന് വാരിക്കോരി കൊടുക്കാം. ഒരു എൻവലപ്പ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് തിരിച്ചെടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അതിൽ നിങ്ങളുടെ കഴിവിന്റെ പരമാവധി എന്ത് ചെയ്യുക, സഹായം ചെയ്തു കൊടുക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു കാര്യം, നിങ്ങളുടെ സമയം എത്ര വരെ ഉണ്ട്? 1 മണി. അങ്ങനെയാണ്. ഇപ്പൊ സമയം കുറവാണല്ലോ. അപ്പൊ നമ്മൾ മുന്നോട്ട് പോവാ. സമയം 2 മണിയെ കിട്ടൂലല്ലോ. ആയിക്കോട്ടെ, 2 മണി വരെ 2:30 നടക്കൂല അല്ലേ? 1 മണി ആയിക്കോട്ടെ. ഇൻഷാ അല്ലാഹ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ലോകത്തോട് വിട പറയാൻ പോകുന്ന നേരത്തെ ബഹുമാനപ്പെട്ടവരെ 3 വിഷയങ്ങളിലല്ലാതെ എനിക്ക് സങ്കടമില്ല എന്ന് പറഞ്ഞു. ലം ആസഫ അലാ ശൈഇൻ യഫൂതുനി മിനദ് ദുനിയ ഇല്ലാ അലാ 3.